സ്വാഗതം എല്ലാ പ്രേക്ഷകർക്കും വീഡിയോയിലേക്ക്. ഇന്ന് പതിവിൽ നിന്നൊരല്പം വിഭിന്നമായി, എന്നാൽ കഴിഞ്ഞ ആഴ്ചകളിലെ തുടർച്ച എന്ന വണ്ണം തന്നെ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ചൈനീസ് ചികിത്സാ രീതിയായ അക്യുപങ്ചറിനെ കുറിച്ച്. പക്ഷെ ഇന്ന് അക്യുപങ്ചർ എന്ന ചികിത്സാ രീതി ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു അസുഖത്തിന് അല്ലെങ്കിൽ വിട്ടുമാറാത്ത വേദനയ്ക്ക് എങ്ങനെയാണ് ഈ അക്യുപങ്ചർ എന്ന ചികിത്സാ രീതി പ്രയോജനപ്പെടുക, അല്ലെങ്കിൽ എത്രമാത്രം ഉപകാരപ്രദമാണ്, എത്രമാത്രം ആശ്വാസം നമുക്ക് ഈ ചികിത്സാ രീതിയിൽ നിന്ന് കിട്ടും മറ്റ് ചികിത്സകളിൽ നിന്ന് വിഭിന്നമായി, ഈ വിഷയമാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. നമുക്ക് അതിഥി ചെയ്തിരിക്കുന്നു ഓറ ആയുർവേദിക് ആൻഡ് യോഗ സെന്ററിലെ ചീഫ് കൺസൾട്ടന്റും മാനേജിംഗ് പാർട്ണറുമായ ഡോക്ടർ ദിനേശ്. നമസ്കാരം ഡോക്ടർ. നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞ 2 ആഴ്ചകളായി 2 എപ്പിസോഡുകളിലായി നമ്മൾ ഈ ഒരു ചൈനീസ് ചികിത്സാ രീതിയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അതിന്റെ ചരിത്രവും അതിന്റെ വളരെ കാര്യങ്ങൾ അല്ലെ ഡോക്ടർ നമുക്ക് പറഞ്ഞു തരിക്കേണ്ട ഇതാ ഒരു രൂപം കണ്ടല്ലോ ഇവിടെ അല്ലെ. ഇത് ഡോക്ടർ ഇന്ന് നമ്മൾ ഈ ഒരു രൂപത്തിൽ അല്ലെങ്കിൽ ഇത് വിശദമായി തന്നെ പറഞ്ഞു തരാമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. എത്രമാത്രം പ്രസക്തിയുണ്ട് ചൈനീസ് ചികിത്സ രീതികൾക്ക്, പ്രത്യേകിച്ച് വിട്ടുമാറാത്ത പലതരത്തിലുള്ള വേദനകൾ. ഡോക്ടർ അതിനു മുമ്പ് ഇനി വിട്ടുമാറാത്ത വേദനകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തൊക്കെ വേദനകളായിരിക്കും ഈ വിട്ടുമാറാത്ത? പലപ്പോഴും നമുക്കറിയാം കഴുത്ത് വേദന, നടുവിന് വേദന എന്നൊക്കെ വേദനകളാണ് പറയുന്നത്. ഈ ചൈനീസ് ചികിത്സാ രീതി കൊണ്ട് മാറാവുന്ന വേദനകൾ അങ്ങനെയുണ്ടോ? എന്തെങ്കിലും പ്രത്യേക വേദനകൾ വിട്ടുമാറാത്ത വേദനകളായി പറയുന്നുണ്ടോ? അക്യുപഞ്ചർ നമ്മൾ കഴിഞ്ഞ 2 എപ്പിസോഡുകളിലായിട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്ത ഒരു ചികിത്സാ സമ്പ്രദായമാണ്. സ്വാഭാവികമായി അക്യുപഞ്ചർ ഏറ്റവും ഫലപ്രദമാകുന്ന ചില പ്രത്യേക രോഗാവസ്ഥയെ കുറിച്ചെല്ലാം നമ്മൾ പറയുകയുണ്ടായി. എന്നാൽ തന്നെ ഏറ്റവും അധികം ഇന്ന് ലോകത്ത് അക്യുപഞ്ചർ ഉപയോഗിക്കപ്പെടുന്നത് 2-3 പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഒന്ന്, നമ്മൾ ഈ പറഞ്ഞ വിട്ടുമാറാത്ത വേദനകൾ. അതുപോലെ 2, മാനസികവും അതോടൊപ്പം തന്നെ ജീവിത സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാകുന്ന അസുഖങ്ങൾ. ഉദാഹരണത്തിന് ആൻസൈറ്റി, ഡിപ്രഷൻ, ഉറക്കക്കുറവ്, ഇൻസോംനിയ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് അക്യുപഞ്ചർ വളരെ ഫലപ്രദമായിട്ട് കാണുന്നുണ്ട്. ഉറക്കക്കുറവിന്റെ കാര്യം പറയുമ്പോൾ എപ്പോഴും നമ്മൾ ഈ ചൈനീസ് ചികിത്സാ രീതി എന്ന് പറയുന്നത് നീഡ്ലിംഗ് ആണല്ലോ. ഈ ഉറക്കക്കുറവിന് എങ്ങനെയാണ് നീഡ്ലിംഗ് ഉപയോഗപ്പെടുത്തുന്നത് നമുക്ക് ചോദിച്ചറിയാം. മറ്റു കാര്യങ്ങളിലൂടെ പറയുന്നത് പെട്ടെന്നൊരു സംശയം വരികയാണ് അത് കേൾക്കും. അതെ. അപ്പോൾ ഇതിൽ വേദനകൾക്ക് വിട്ടുമാറാത്ത വേദനകൾ എന്നത് പറയാനുള്ള കാരണം ഇന്നത്തെ ചികിത്സാ സമ്പ്രദായം നാം ഒന്ന് വീക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാം. നടുവേദന ഉള്ള ഒരാൾ ചികിത്സയ്ക്ക് പോകുന്നു. ഈ ചികിത്സ അത് പലതരത്തിലുള്ള പരമ്പരാഗത ചികിത്സാ സമ്പ്രദായങ്ങളുണ്ട്, അതും അല്ലെങ്കിൽ ആധുനിക വൈദ്യശാസ്ത്രമുണ്ട്. ഇതിന്റെ എല്ലാം കീഴിൽ പലതരത്തിലുള്ള ചികിത്സകളുണ്ട്. ഈ ചികിത്സകളെല്ലാം തന്നെ എടുക്കുമ്പോഴും പലപ്പോഴും സംഭവിക്കുന്നത് ഇതിന്റെ ഫോളോ, ഉദാഹരണത്തിന് ആയുർവേദ ചികിത്സ, അതുമല്ലെങ്കിൽ പ്രകൃതി ചികിത്സ, ഇങ്ങനെയുള്ള ജീവന ശൈലിക്ക് വളരെയധികം പ്രാമുഖ്യം നൽകുന്ന സമ്പ്രദായങ്ങളിലൂടെയുള്ള ചികിത്സകൾ എടുത്തു കഴിയുമ്പോൾ പലപ്പോഴും ഫോളോ എന്നുള്ളത് വേണ്ട രീതിയിൽ നടക്കാത്ത ഒരു പ്രശ്നം വരുന്നുണ്ട്. ഉദാഹരണത്തിന് 7 ദിവസം ഒഴിഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ഈ 7 ദിവസം ഉള്ള ഒരു സാധാരണമായ ഒഴിച്ചിൽ എന്നതിന്റെ അപ്പുറത്തേക്ക് ഇത് കഴിഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ജീവിത ശൈലിയിൽ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തെല്ലാം കാര്യങ്ങൾ നമ്മളുടെ ഭക്ഷണക്രമത്തിൽ നാം ശ്രദ്ധിക്കണം, ഏതെല്ലാം തരത്തിലുള്ള വ്യായാമങ്ങൾ നാം ചെയ്യണം, ഇതെല്ലാം തന്നെ പലരും വിസ്മരിക്കുന്നതാണ് കാണുന്നത്. അതുമല്ലെങ്കിൽ ഒരു വൈദ്യൻ പറഞ്ഞാൽ തന്നെ ഇതിന് വേണ്ടത്ര പ്രാമുഖ്യം നൽകാത്ത ഒരു അവസ്ഥയാണ് കാണുന്നത്. അപ്പോൾ എന്താണ് ഇതുകൊണ്ട് പലപ്പോഴും ചികിത്സാ സമ്പ്രദായങ്ങൾക്കാണ് ഒരു ചികിത്സ പരാജയപ്പെടുമ്പോൾ പഴി കേൾക്കേണ്ടി വരുന്നത്. എന്നാൽ എനിക്ക് 100% ഉറപ്പാണ്, പലപ്പോഴും ഇത് ചികിത്സയുടെ പരാജയമല്ല, ചികിത്സ നടപ്പാക്കുന്നതിലെയും അതുമല്ലെങ്കിൽ ചികിത്സയുടെ വേണ്ട രീതിയിലുള്ള ഫോളോ തുടരുന്നതിലെയും അപാകതകൾ, പാകപ്പിഴകൾ, ഇതാണ് പലപ്പോഴും ഈ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വീണ്ടും വീണ്ടും തിരിച്ചു വരാനായിട്ട് കാരണമാകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം തന്നെ വിട്ടുമാറാത്ത വേദനകൾക്ക് അക്യുപഞ്ചർ എന്നതാണ്. അപ്പോൾ വിട്ടുമാറാത്ത വേദനകൾ എന്തെല്ലാം തരത്തിലുള്ളതാകാം? നേരത്തെ നമ്മൾ പറഞ്ഞ നടുവേദന ഒരു പ്രധാന പ്രശ്നമാണ്. അതേപോലെ തന്നെ കഴുത്തിന്റെ വേദന, സർവൈക്കൽ സ്പോണ്ടിലോസിസ് അടക്കമുള്ള പ്രശ്നങ്ങൾക്ക് ഉണ്ടാകുന്ന ഇതെല്ലാം മൂലമുണ്ടാകുന്ന വേദനകൾ. അപ്പോൾ ഇത് രണ്ടുമാണ് വളരെ സാധാരണമായിട്ട് നമ്മൾ ഇന്നത്തെ മെഡിക്കൽ പ്രാക്ടീസിൽ കാണുന്ന 2, അതായത് നമുക്ക് വേണമെങ്കിൽ പറയാം ഓർത്തോപീഡിക് കണ്ടീഷൻസ്. ഇതേപോലെ തന്നെ ചില വേദനകളെങ്കിലും കൈകളിലേക്ക് തരിപ്പുകളായും അതുമല്ലെങ്കിൽ ഒരു പ്രത്യേക എന്താണ് പറയുന്നത് രക്തയോട്ടം ഇല്ലാത്ത
തങ്ങളുടെ കൈകളിലേക്കും അതുപോലെ തന്നെ വിരലുകളിലേക്കും ഒരു തരിതരിപ്പ്, അതുമല്ലെങ്കിൽ വേദന, കുറച്ചു സമയം എഴുതി കഴിയുമ്പോൾ വേദന, ഇതെല്ലാം തന്നെ അനുഭവപ്പെടുന്നതായിട്ട് കാണാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കണ്ടീഷൻസിന് അക്യുപഞ്ചർ വളരെ ഫലപ്രദമായിട്ടാണ് കാണുന്നത്. അതേപോലെ തന്നെ നമുക്കറിയാം ഇക്കാലത്ത് ഡയബറ്റിസ് രോഗികൾക്കിടയിൽ വളരെ സാധാരണമായിട്ട്, പ്രത്യേകിച്ച് ഒരു 40 വയസ്സെല്ലാം കഴിഞ്ഞാൽ വളരെ സാധാരണമായിട്ട് കാണുന്ന ഒരു പ്രശ്നമാണ് ഫ്രോസൺ ഷോൾഡർ. അതായത് ഷോൾഡേഴ്സ് വേണ്ട രീതിയിൽ മൂവ് ചെയ്യാൻ, അതുമല്ലെങ്കിൽ ചലിപ്പിക്കാനായിട്ട് കഴിയാത്ത ഒരവസ്ഥ. ഇത് പലരിൽ, പ്രത്യേകിച്ച് ഡയബറ്റിസ് കുറച്ചു കാലമെങ്കിലും നിലനിൽക്കുന്ന ആളുകളിൽ പലപ്പോഴും കാണുന്ന ഒരു പ്രശ്നമാണ്. ഇവർക്ക് തങ്ങളുടെ തോളലുകൾ വേണ്ട രീതിയിൽ മുന്നോട്ടോ അതുമല്ലെങ്കിൽ പിറകോട്ടോ ചലിപ്പിക്കാനായിട്ട് സാധ്യമാകുന്നില്ല. അതോടൊപ്പം തന്നെ ചെറിയ രീതിയിലുള്ള ഷോൾഡർ മൂവ്മെന്റ് പോലും കടുത്ത വേദന ഉണ്ടാക്കുന്നു. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് ഇതിനും അക്യുപഞ്ചർ വളരെ ഫലപ്രദമായിട്ട് കാണുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇനി കൈകളുടെ ബാക്കിയുള്ള വേദനകളിലേക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം ടെന്നീസ് എൽബോ, ഗോൾഫേഴ്സ് എൽബോ എന്നെല്ലാം പറയും. അതായത് സാധാരണ ഇത് ടെന്നീസ് കളിക്കാർക്കോ അതുമല്ലെങ്കിൽ ഗോൾഫ് കളിക്കുന്നവർക്കെല്ലാം വരുന്നതാണ്. നമ്മളുടെ കൈമുട്ടുകളുടെ വശങ്ങളിൽ, ഈ 2 വശങ്ങളിലായിട്ട് ഉണ്ടാകുന്ന വേദനകൾ. ഈ ടെന്നീസ് എൽബോ അതുപോലെ തന്നെ ഗോൾഫേഴ്സ് എൽബോ എന്ന് പറയുന്ന ഈ പ്രത്യേക തരത്തിലുള്ള വേദനകളും അക്യുപഞ്ചർ കൊണ്ട് വളരെയധികം ഫലം കിട്ടുന്ന വേദനകളാണ്. അതേപോലെ കാർപ്പൽ ടണൽ സിൻഡ്രോം. കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം റൈറ്റേഴ്സ് ക്രാമ്പ് എന്നെല്ലാം പറയും. അതായത് ചിലർക്കെങ്കിലും എഴുതുമ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മുടെ റിസ്റ്റ് ജോയിന്റിൽ അതികഠിനമായ വേദന അനുഭവപ്പെടുന്നു. ഇത് പലപ്പോഴും ഉണ്ടാകുന്നത് കമ്പ്യൂട്ടർ അമിതമായിട്ട് ഉപയോഗിക്കുന്നവർക്ക്, ഡ്രൈവിംഗ് കൂടുതലായിട്ട് ചെയ്യുന്നവർക്ക്, ഇവർക്കെല്ലാം തന്നെ ഈ തരത്തിലുള്ള വേദനകൾ അനുഭവപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇതിന് പലപ്പോഴും ഇപ്പോൾ ആധുനിക വൈദ്യശാസ്ത്രം പറയുക, ഇവിടെയുള്ള ബാൻഡ് ഒന്ന് ചെറുതായിട്ട് ഒന്ന് ഇവിടുത്തെ പ്രഷർ റിലീസ് ചെയ്യാനായിട്ട് ഒരു മൈനർ സർജറിയാണ് പറയാറുള്ളത്. ഇതൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് അക്യുപഞ്ചറിലൂടെ ഈ തരം വേദനകൾക്ക് നല്ല ഫലസ്ഥിതി കാണുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞത് കൈകളിൽ മാത്രം ഉണ്ടാകുന്ന ചില അവസ്ഥകളെ കുറിച്ചാണ്. ഇതേപോലെ തന്നെ ശരീരത്തിന് ആകെ തന്നെ ഉണ്ടാകുന്ന പലതരത്തിലുള്ള വാതരോഗങ്ങൾക്ക് ഇതിനും അക്യുപഞ്ചർ വളരെ ഫലപ്രദമാണ്. പ്രത്യേകിച്ച് ഓസ്റ്റിയോ ആർത്രൈറ്റിസ്. നമുക്കറിയാം സ്ത്രീകളിലാണ് ഈ പ്രശ്നം കൂടുതലായിട്ടൊരു മെനോപോസോടൊക്കെ അനുബന്ധിച്ച് പലപ്പോഴും സ്ത്രീകളിൽ ഒരു 40-45 വയസ്സിനോടൊക്കെ അടുപ്പിച്ച് പലപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ്. അതുമല്ലെങ്കിൽ എല്ലുകൾക്ക് ശക്തി കുറയുന്ന ഒരവസ്ഥ. അതുപോലെ ഇങ്ങനെയുള്ള ഈ ഓസ്റ്റിയോ ആർത്രൈറ്റിസിന്റെ ഭാഗമായിട്ട് പലപ്പോഴും കാൽമുട്ടുകൾക്ക് നല്ല രീതിയിലുള്ള സ്വല്യം ഉണ്ടാകുന്നു. അതുമല്ലെങ്കിൽ കാൽമുട്ടുകൾ വല്ലാതെ വീങ്ങുന്നു. അതുപോലെ തന്നെ കാൽമുട്ടുകളുടെ ചലനാത്മകതയ്ക്ക്, അതുമല്ലെങ്കിൽ ബാക്കിയുള്ള ചില സന്ധികളുടെ ചലനത്തിന് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. ചിലർക്കെങ്കിലും അതികഠിനമായ വേദന ഈ ഭാഗങ്ങളിൽ അനുഭവപ്പെടുന്നു. ഇങ്ങനെ പല ലക്ഷണങ്ങൾ ഓസ്റ്റിയോ ആർത്രൈറ്റിസിനുണ്ട്. ഈ ഓസ്റ്റിയോ ആർത്രൈറ്റിസിനും ഏത് ഭാഗത്താണോ ഈ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ബാധിച്ചിരിക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള പോയിന്റ്സ് നാം കറക്റ്റ് ആയിട്ട് സെലക്ട് ചെയ്താൽ വളരെയധികം ഗുണം കിട്ടുന്ന ഒരു ചികിത്സാ രീതി തന്നെയാണ് അക്യുപഞ്ചർ. ഇനി വീണ്ടും ബാക്കിയുള്ള വേദനകളിലേക്ക് നാം കടക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇത് മാത്രമല്ലാതെ പലതരത്തിലുള്ള വാതരോഗങ്ങളുണ്ട്. ഉദാഹരണത്തിന് റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ഉണ്ട്, റുമാറ്റിക് ആർത്രൈറ്റിസ് ഉണ്ട്. അതേപോലെ തന്നെ ചിലരിലെങ്കിലും യൂറിക് ആസിഡ് ശരീരത്തിൽ വല്ലാതെ കൂടി ഗൗട്ട് എന്നെല്ലാം പറയുന്ന ചില പ്രത്യേക അസുഖങ്ങളുണ്ട്. അതായത് നമ്മളുടെ ശരീരത്തിന്റെ പ്രത്യേകിച്ച് പെരുവിരലോ തള്ളവിരലോ അങ്ങനെയുള്ള ഏതെങ്കിലും ഭാഗങ്ങളിൽ ആയിട്ടായിരിക്കാം ഇത് കൂടുതലായിട്ട് അനുഭവപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഈ അക്യുപഞ്ചർ കൊണ്ട് നമുക്ക് വളരെയധികം ഫലം കിട്ടുന്നതായിട്ട് കാണാറുണ്ട്. അതേപോലെ ഇത് ഞാനിപ്പോൾ പറഞ്ഞത് ഓർത്തോപീഡിക് കണ്ടീഷൻസ് ആണ്. അതായത് എല്ലുകളും അസ്ഥികളും എല്ലാം ആയിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന വേദനകൾ. ഇനി ഇത് കൂടാതെ നമുക്ക് വേദനകൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം സാധാരണമായിട്ട് ഏറ്റവും ഒരാൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ്, പലപ്പോഴും പലരും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് തലവേദന. ഈ തലവേദന എന്നുള്ളത് ഒരു വളരെ ജനറലൈസ്ഡ് ആയിട്ടുള്ള ടേമാണ്. അത് കേവലം തലവേദന എന്ന് പറയുമ്പോൾ ജസ്റ്റ് തലയ്ക്കുണ്ടാകുന്ന ഒരു വേദന എന്നതിന്റെ അപ്പുറത്തേക്ക് അതിന് പല കാരണങ്ങളുണ്ട്. ചിലർക്ക് ഇത് മൈഗ്രെയിൻ, നമ്മൾ ഇതിനു മുന്നേ പല എപ്പിസോഡുകളിലും മൈഗ്രെയിനുള്ള ആയുർവേദ പ്രകൃതി പരമ്പരാഗത ചികിത്സകളെല്ലാം നാം ചർച്ച ചെയ്തതാണ്. അപ്പോൾ അന്നും ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി അക്യുപഞ്ചർ ഇതിന് വളരെ ഫലപ്രദമായ മൈഗ്രെയിൻ വളരെ സാധാരണമായിട്ട് ഇത് കാണുന്ന ഒരു പ്രശ്നമാണ് മൈഗ്രെയിൻ ഹെഡേക്ക്. അതിന് അക്യുപഞ്ചർ ഫലപ്രദമായിട്ട് കാണുന്നു. അതേപോലെ തന്നെ മറ്റൊരു പ്രശ്നമാണ് ക്ലസ്റ്റർ ഹെഡേക്ക് എന്ന് പറയും. അതായത് വിട്ടുമാറാത്ത അതിശക്തമായ വേദന, ഇടയ്ക്കിടയ്ക്ക് അടിക്കടി ഉണ്ടാകുന്ന വേദന. ഇത് മൈഗ്രെയിനിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു കണ്ടീഷനാണ്. പലപ്പോഴും ഈ ക്ലസ്റ്റർ ഹെഡേക്സിനും നമ്മളുടെ അക്യുപഞ്ചർ ഗുണപ്രദമായിട്ട് കാണുന്നുണ്ട്. പിന്നെ തലവേദനയ്ക്ക് ഉണ്ടാകുന്ന മറ്റൊരു പ്രധാന കാരണം നമുക്കറിയാം സൈനസൈറ്റിസ്.
അതായത് നമ്മളുടെ സൈനസുകളിൽ കഫം തലം കെട്ടിക്കിടന്ന് അവയിൽ ഇൻഫെക്ഷൻ ഉണ്ടായി, അണുബാധ ഉണ്ടായി, അതിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന തലവേദനകൾ, അവയ്ക്കും അക്യുപഞ്ചർ വളരെ ഗുണപ്രദമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇതെല്ലാം ഗുണപ്രദം എന്ന് ആവർത്തിച്ച് പറയുമ്പോൾ ഒരു കാര്യം ഓർക്കേണ്ടതുണ്ട്. ഇതിൽ നിങ്ങളുടെ പ്രത്യേക രോഗാവസ്ഥയ്ക്ക്, കാരണം ആയുർവേദത്തിൽ എന്ന പോലെ തന്നെ പരമ്പരാഗത ചികിത്സയായ അക്യുപഞ്ചറിലും നിങ്ങളുടെ ശരീരപ്രകൃതം, ലക്ഷണങ്ങൾ, ഇവയെല്ലാം തന്നെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കൂലങ്കഷമാക്കി നോക്കിക്കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് വേണ്ട രീതിയിലുള്ള ചികിത്സ ഇതിന് നടത്താനായിട്ട് സാധിക്കുകയുള്ളൂ. ഹലോ ഹലോ നമസ്കാരം, സ്വാഗതം വീഡിയോയിലേക്ക്. പേര് പറഞ്ഞോളൂ. ശരി, ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടർ, എന്റെ വയസ്സിന് 58 വയസ്സ് പ്രായമുണ്ട്. ഫ്രോസൺ ഷോൾഡർ ആണെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. തെറാപ്പി എല്ലാം കുറച്ച് ചെയ്തു, പിന്നെ എക്സസൈസ് കുറഞ്ഞു. പക്ഷെ അതുകൊണ്ടൊന്നും ഒരു പരിഹാരം എന്നുള്ള ലെവലിൽ വരുന്നില്ല. ഡയബറ്റിക് ആണോ? അല്ല, ഷുഗർ ഇല്ല അല്ലെ? ഇപ്പോൾ എത്ര വർഷമായി ഫ്രോസൺ ഷോൾഡർ കണ്ടു തുടങ്ങിയിട്ട്? ഇത് ഒരു 6 മാസമായിട്ടാണ് ഇതിപ്പോ അനുഭവപ്പെടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യയിൽ കുറച്ച് ഒരാഴ്ച ഫിസിയോതെറാപ്പി ചെയ്തു, പിന്നെ കുറച്ച് എക്സസൈസോ കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു. അതിനുശേഷം ഇവിടെ വന്നപ്പോ കുറച്ച് തലപ്പ് കൂടുതലാണെന്ന് തോന്നി. ഞാൻ കേരളത്തിൽ നിന്നാണ്. പക്ഷെ ഇവിടെ ഇപ്പൊ ഒരു 5 ദിവസം ചെയ്തു. പക്ഷെ കൈ പൊക്കാൻ ഒരു പരിധി വരെ പൊക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ മേലോട്ട് കുറെ പ്രയാസപ്പെട്ട പിന്നെ പുറത്ത് സ്വെല്ലിംഗ് ഉണ്ടായിരുന്നു. വെള്ളം പിടിക്കാനും ഈ പെയിൻകിലർ പോലുള്ള ബാമുകൾ വരുത്തി പിടിക്കാനുമാണ് പിന്നെ അത് നിർദ്ദേശിച്ചത്. ശാശ്വത പരിഹാരം എന്തായാലും കിട്ടുമോ? തീർച്ചയായിട്ടും അക്യുപഞ്ചർ അതുപോലെ തന്നെ പരമ്പരാഗത ചികിത്സകളുടെ സമർത്ഥമായിട്ടുള്ള ഉപയോഗത്തിലൂടെ നിങ്ങളുടെ ഭാര്യയ്ക്ക് ഈ പറഞ്ഞ ഫ്രോസൺ ഷോൾഡർ എന്ന പ്രശ്നത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും തന്നെ തിരിച്ച് വരാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൽ ആദ്യമായി പ്രകൃതങ്ങളും ലക്ഷണങ്ങളും എല്ലാം നോക്കിയിട്ട് ഇതിന് ഒഴിച്ചിലടക്കമുള്ള ചികിത്സകൾ തുടക്കത്തിൽ കുറച്ചു കാലഘട്ടം ചെയ്ത ശേഷം അക്യുപഞ്ചർ എന്നുള്ള ചികിത്സാ മാർഗം ഉപയോഗിക്കുന്നതായിരിക്കും കൂടുതൽ ഫലപ്രദമായിട്ട് കാണുന്നത്. 2, ഇതേപോലെ തന്നെ ഈ ഭാഗത്തുള്ള നമ്മളുടെ ഷോൾഡർ ജോയിന്റിന്റെ മൊബിലിറ്റി കൂട്ടിയെടുക്കാനായിട്ട് ചില പ്രത്യേക മരുന്നുകൾ ചിലപ്പോൾ ഉള്ളിലേക്ക് കഴിക്കേണ്ടി വന്നേക്കാം. 3, നിങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ ഫിസിയോതെറാപ്പി എന്നുള്ളത് പലരും ജസ്റ്റ് ചൂട് വയ്ക്കുക, അതുമല്ലെങ്കിൽ കുറച്ച് മസാജ് ചെയ്യുക എന്നതിന്റെ അപ്പുറത്തേക്ക് ഫ്രോസൺ ഷോൾഡർ ഇതിലുണ്ടാകുന്ന ഈ സ്റ്റിഫ്നെസ്സും അതുപോലെ തന്നെ റേഞ്ച് ഓഫ് മൂവ്മെന്റ്സിന്റെ കുറവ്, നമ്മൾക്ക് ഷോൾഡർ എല്ലാ രീതിയിലും ചലിപ്പിക്കാനുള്ള ബുദ്ധിമുട്ട്, ഈ ബുദ്ധിമുട്ടുകൾ കുറച്ചെടുക്കാനുള്ള പ്രത്യേക തരത്തിലുള്ള എക്സർസൈസുകളുണ്ട്. പ്രത്യേകിച്ച് യോഗയിലും മറ്റും ഇതിനുള്ള ചില അഭ്യാസങ്ങളുണ്ട്. അപ്പോൾ ഇവയെല്ലാം സമർത്ഥമായി കൂട്ടി ഇണക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഫ്രോസൺ ഷോൾഡറിൽ നിന്ന് പുറത്തേക്ക് വരാൻ സാധിക്കും. അപ്പോൾ നേരിട്ടുള്ള ഒരു കൺസൾട്ടേഷൻ, അതേപോലെ തന്നെ അതിൽ നിന്ന് ഒരാളുടെ ശരീര പ്രകൃതം വേണ്ട രീതിയിൽ മനസ്സിലാക്കി അതിനനുസരിച്ചിട്ടുള്ള ചികിത്സ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഫ്രോസൺ ഷോൾഡറിനെ നമുക്ക് തടഞ്ഞു നിർത്താൻ സാധിക്കും. ഓക്കെ. ഒപ്പം ഡോക്ടർ, മറ്റൊരു കാര്യങ്ങൾ, എനിക്കൊരു ടെൻഡൻസിയുള്ള ആളാണ്. എനിക്ക് ഈ PSL പോസ്റ്റ് നാച്ചുറൽ ഹിപ്പ് PSD എന്നാണ് അവർ പറയുന്നത്. പക്ഷെ ഇത് നിൽക്കുന്നില്ല. ഞാൻ പലതരത്തും പോയി ചെന്നിട്ടതിന് ശേഷം എന്റെ ശരീരത്തില് ഇല്ലാത്ത അസുഖങ്ങളില്ല. എല്ലാ സിസ്റ്റം ഫെയിലായി പോയി. അവസാനം മരണവുമായി മല്ലടിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ വലിയൊരു പോയിട്ട് 15 ദിവസം കിടന്നു. അവരുടെ ട്രീറ്റ്മെന്റിൽ ആദ്യം അവർ 22 ഗുളികനെ 7 കുറച്ചു. പിന്നെ കുറച്ച് 1 വർഷം കഴിഞ്ഞിട്ട്, പക്ഷെ ഫാമിലി സിബ്ലിംഗ്സിന് ക്യാൻസർ ഉണ്ടായിരുന്നുകൊണ്ട് എനിക്ക് എന്റെ മനസ്സിൽ നിന്ന് അത് പോകുന്നില്ല. എന്റെ സിംറ്റംസും അവർ കാണിച്ച സിംറ്റംസും എന്റെ സിംറ്റമായിട്ട് ഇത് നെർവ് പിടിച്ച് കർണാടകയിൽ പോയി നെർവ് പിടിച്ചിട്ട് അത് ഐഡന്റിഫൈ ചെയ്തൊക്കെ പറഞ്ഞു. നമുക്ക് അവിടെ ഷിമോഗയിൽ പോയിട്ട് കണ്ടുപിടിക്കാനും ഈ നെർവിൽ കൂടിയുള്ള തെറാപ്പി എന്താണെന്നൊന്നും അറിയില്ല. എനിക്കിപ്പോ വളരെയേറെ സംശയമുണ്ട്. അപ്പൊ കാർഡിയോളജിസ്റ്റ് പറഞ്ഞു നിങ്ങൾക്ക് CT എടുത്താൽ മാത്രമേ അറിയുള്ളൂ എന്നാണ്. ശരിയാണ്. പക്ഷെ അത് എടുക്കുന്നത് ഇപ്പൊ എന്തായാലും ആശ്വാസമല്ല CT. കാരണം അത് ട്രിഗർ ചെയ്യും. ഇല്ലെങ്കിൽ അത് ട്രിഗർ ചെയ്യും ഈ റേഡിയേഷൻ. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ആരോഗ്യ പ്രശ്നം നമുക്ക് ജസ്റ്റ് ഫോണിലൂടെ മാത്രം ചർച്ച ചെയ്യുന്നത് അത് സാധ്യമല്ല. അതാണ് ഞാൻ പറഞ്ഞത്. അതെ, അത് ഞാൻ ഷാർജ ഓറ ആയുർവേദിക് ആൻഡ് യോഗ സെന്ററിലാണുള്ളത്. അവിടെ നിങ്ങൾക്ക് യോഗ സെന്റർ പിന്നെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നിങ്ങൾ NTV
ആയിക്കോട്ടെ എന്നാണ്. അപ്പോൾ നിങ്ങൾ സൗകര്യമായിട്ട് അതെ വിളിച്ചിട്ട് വരും. ഓക്കെ, ശരി, താങ്ക് യു. വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ആരോഗ്യ പ്രശ്നമാണ് അദ്ദേഹത്തിൻ്റെത്. അപ്പോൾ നമ്മളത് ചുരുങ്ങിയ സമയം നമുക്ക് ഈ ഒരു പ്രോഗ്രാമിന്റെ സമയപരിമിതി മൂലമാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു പ്രശ്നം എനിക്ക് ചർച്ച ചെയ്താൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. എന്നാൽ തന്നെ അത് പിന്നീട് അവസരത്തിൽ നമുക്കത് പ്രത്യേകമായി തിരഞ്ഞെടുക്കാവുന്നതാണ്. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു 5 മിനിറ്റ് കൊണ്ടൊന്നും ഉത്തരം പറഞ്ഞു കൊടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് അപ്പൊ നമുക്ക് ഈ ഒരു ഞാൻ ഈ ഒരു ഇത് കാണുമ്പോൾ പിക്ചർ അല്ലെങ്കിൽ ഈ ഒരു ഇത് കാണുന്ന സമയത്ത് ഇതിനകത്ത് മുഴുവൻ മാർക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. ഒരുപാട് മാർക്ക് പോയിന്റ്സ് ഇങ്ങനെ മാർക്ക് ചെയ്തിരിക്കുന്നു. LI എന്നാണോ L1 ആണെന്നാണോ? അതായത് ഈ കാണുന്നത് ഇതിൽ നമുക്ക് പ്രത്യേകിച്ച് കാണുന്ന ഇത് വളരെ ക്ലിയർ ആകുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ഇത് നമ്മൾ അക്യുപഞ്ചർ പോയിന്റ്സ് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു രൂപമാണ്. ഇതിൽ ഈ പറഞ്ഞ പോലെ തന്നെ ശരീരത്തിൽ ഒഴുകുന്ന വ്യത്യസ്ത അക്യുപഞ്ചർ പോയിന്റ് ചാനലുകൾ, ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ചന്ദ്രയ്ക്ക് ഓർമ്മയുണ്ടാകും, നമ്മൾ പറയുകയുണ്ടായി 12 പ്രധാന ചാനലുകളാണ് നമ്മളുടെ ശരീരത്തിൽ. 12 പ്രധാന അവയവങ്ങളുമായി ബന്ധപ്പെട്ട് അവയിലേക്ക് ഊർജം ഒഴുകുന്ന സ്രോതസ്സുകൾ. അതായത് ഇപ്പോൾ നമുക്ക് യോഗയിലും ആയുർവേദത്തിലും എല്ലാം പറയുന്ന നാഡികൾ എന്നതിനോട് സദൃശ്യമാണ്. അതുമല്ലെങ്കിൽ അവയോട് വളരെ അടുത്ത് കിടക്കുന്ന ഒന്ന് തന്നെയാണ് അക്യുപഞ്ചർ ചാനൽസ്. അപ്പോൾ ഈ ചാനൽസ് എന്ന് പറയുന്നത് ഓരോ അവയവത്തിലേക്കും നമ്മളുടെ ജീവശക്തി, അഥവാ ചൈനീസ് ചികിത്സകർ ഇതിനെ ചി എന്നാണ് വിളിക്കുക. അപ്പോൾ ഈ ഒരു ചി ഒഴുകുന്ന, അതുമല്ലെങ്കിൽ പ്രാണശക്തി നമ്മളുടെ പ്രധാനപ്പെട്ട അവയവങ്ങളിലേക്ക് ഒഴുകുന്ന ചാനലുകൾ. ഈ ചാനലുകളിൽ തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പോയിന്റുകളുണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാം, ഈ രീതിയിൽ തന്നെ നമുക്ക് ഇത് ഇവിടെ കാണുന്നത് K1, K2 എന്നിങ്ങനെ നമുക്കിത് കിഡ്നി ചാനലാണ്. അപ്പോൾ അതുപോലെ തന്നെ അതെ K എന്നുള്ളത് കിഡ്നി ചാനൽ. അതെ. അതുപോലെ തന്നെ ഇതിൽ GB എന്ന് കൊടുത്തിരിക്കുന്നത് ഗോൾ ബ്ലാഡർ, നമ്മളുടെ പിത്തസഞ്ചി. ഈ പിത്തസഞ്ചിയിലേക്ക് ഒഴുകുന്ന പ്രാണശക്തിയുടെ ചാനലും അതുപോലെ തന്നെ അതിലുള്ള പ്രത്യേക പോയിന്റുകളെയും കുറിച്ചാണ് ഈ ഒരു ചാനൽ കാണിക്കുന്നത്. ഇതേപോലെ തന്നെ ഓരോ ST എന്ന് കൊടുത്തിരിക്കുന്നത് സ്റ്റൊമക്, അതുപോലെ LU എന്ന് കൊടുത്തിരിക്കുന്നത് ലെങ്സിലേക്കുള്ള ഇതിനെ കുറിച്ചാണ്. H എന്ന് കൊടുത്തിരിക്കുന്നത് ഹാർട്ടിന്റെ ചാനലുകളാണ്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തങ്ങളായ നമ്മളുടെ ശാരീരിക അവയവങ്ങൾ, ഈ ശാരീരിക അവയവങ്ങളിലേക്ക് എങ്ങനെയാണ് ചി അഥവാ പ്രാണശക്തി ഒഴുകുന്നത്? അപ്പോൾ പലപ്പോഴും ഈ കാണുന്ന പോയിന്റുകൾ, ഈ പോയിന്റുകളിൽ അനുഭവപ്പെടുന്ന ചില പ്രത്യേക പ്രശ്നങ്ങൾ, ഉദാഹരണത്തിന് ചിലപ്പോൾ ശ്വാസകോശത്തിന്റെ ഒരു പ്രശ്നത്തിന് നമ്മൾ ഒന്ന് പാൽപേറ്റ് ചെയ്ത് നോക്കുമ്പോൾ, അതുമല്ലെങ്കിൽ ഒന്ന് പിടിച്ചു നോക്കുമ്പോൾ ഈ ലങ് ചാനലിലെ ചില പ്രത്യേക പോയിന്റുകളെങ്കിലും നമുക്ക് സെൻസിറ്റീവായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള പോയിന്റുകൾക്ക് നമ്മൾ ഈ സമയത്ത് പഞ്ചറിംഗ് നടത്തുന്നു, അതുമല്ലെങ്കിൽ ഇവയ്ക്ക് സ്റ്റിമുലേഷൻ കൊടുക്കുന്നു. ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ചികിത്സാ രീതി നടപ്പിലാക്കുന്നത്. അപ്പോൾ ഇത് സാധാരണ ചികിത്സകൾ അടുത്ത് വെക്കുന്നത് പെട്ടെന്ന് എപ്പോഴും നമുക്ക് ഒരു ബുക്ക് റെഫർ ചെയ്യാനോ അതുമല്ലെങ്കിൽ ഇതിനെല്ലാം സാധ്യമാകില്ല. കാരണം ഞാൻ പറഞ്ഞു, സാധാരണമായിട്ട് തന്നെ 10,000 പോയിന്റുകൾ അക്യുപഞ്ചറിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ചാനലിന്റെയും എല്ലാ പോയിന്റുകളും നമുക്ക് പെട്ടെന്ന് ഓർത്തെടുക്കുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. അപ്പോൾ ഏകദേശം ഒരു ധാരണ നമുക്ക് ഈ ഒരു പ്രതിഭയിൽ നിന്ന് നമുക്ക് ലഭിക്കുകയാണ്. ഇതിനനുസരിച്ചിട്ട് നമുക്ക് പോയിന്റുകളെ കറക്റ്റ് ആയിട്ട് ലൊക്കേറ്റ് ചെയ്യാൻ സാധിക്കും. ഇതാണ് ഈ ഒരു രൂപത്തിന്റെ പ്രധാനപ്പെട്ട ഉപയോഗം. ഈ രൂപത്തിൽ ഒരുപാട് പോയിന്റ്സ് ആണ്, ഏതാണ്ട് ശരീരമാസകലം പോയിന്റ്സ് എന്ന് പറയും. അതുമെല്ലാം നോട്ട് ചെയ്തിട്ടുണ്ട്. 1, 2, 3 എന്ന് പറഞ്ഞ ഒരുപാട് പോയിന്റ്സ്, തല മുതൽ പാദം വരെ ഒരു പോയിന്റ്സ് നോട്ട് ചെയ്തിട്ടുണ്ട്. എനിക്കൊന്ന് നമ്മൾക്കന്ന് ഇത് നേരിട്ട് കണ്ടാലും വ്യക്തമായിട്ട് മനസ്സിലാവും. കാരണം ഇത് അറിയുന്നവർക്കേ അത് മനസ്സിലാവുള്ളൂ. ജസ്റ്റ് അതിന്റെ ഒരു രൂപം കാണിക്കാൻ വേണ്ടി ഡോക്ടർ കൊണ്ടുവന്നതെന്നേ ഉള്ളൂ. കാരണം നേരത്തെ പറഞ്ഞ മുഴുവൻ പോയിന്റ്സ് ആയതുകൊണ്ട് ഇന്ന പോയിന്റ് ഇന്നതെന്ന് പറഞ്ഞു തരാൻ അറിയാവുന്നവർക്കാണ് അത് കൃത്യമായിട്ട് മനസ്സിലാവുക. നമുക്ക് എത്ര നേരിട്ട് കണ്ടാലും അത് മനസ്സിലാവില്ല. എനിവേ ഏതായാലും ഇങ്ങനെയാണ് ചികിത്സ നിർണ്ണയിക്കുന്നത്. പക്ഷെ ഡോക്ടർ ഒരു ചെറിയ സംശയം വരുന്നത്, ഡോക്ടർ നേരത്തെ കൈകൾക്ക് എന്തെങ്കിലും വേദനയുണ്ടെങ്കിൽ അതും ഏറ്റവും എളുപ്പമാണ് ഈ ഒരു അക്യുപങ്ക്ചർ ചികിത്സയുടെ, അല്ലെങ്കിൽ വളരെ ഉപകാരപ്രദമാണ് എന്ന് പറയുന്നത്. അപ്പൊ നീഡ്ലിങ്ങും ആ കയ്യിൽ തന്നെ ആയിരിക്കുമോ? കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഡോക്ടർ മറ്റ് ഒരു ചെവിയുടെ കാണിച്ചിട്ട് ഇന്നിടത്ത് അസുഖമുണ്ടെങ്കിൽ ഇന്നിടത്ത് എന്ന് പറയുന്നുണ്ട്. എല്ലാം കൂടെ ഒരു കൺഫ്യൂഷൻ ആവുകയാണ്. ഇതങ്ങനെയല്ല. കാരണം
ഇതിൽ പല രീതിയിലാണ് നമ്മൾ അക്യുപഞ്ചർ പോയിന്റുകൾ സെലക്ട് ചെയ്യുക. ഉദാഹരണത്തിന് ഇപ്പോൾ ചാന്ദിനി പറഞ്ഞ പോലെ കൈയുടെ നമുക്ക് ഉദാഹരണത്തിന് ഫ്രോസൺ ഷോൾഡർ എന്നുള്ള ഈ ഒരു പ്രശ്നം നമുക്ക് മുന്നേ ഒരു പ്രേക്ഷകൻ വിളിച്ച് ചോദിക്കുകയും ചെയ്തതായതുകൊണ്ട് ഇതിനെക്കുറിച്ച് ഞാൻ ഒരു ഉദാഹരണം വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ ഫ്രോസൺ ഷോൾഡർ എന്നുള്ള ഈ ഒരു പ്രശ്നവുമായിട്ട് ഒരാൾ വന്നു കഴിഞ്ഞാൽ ആദ്യമായിട്ട് അക്യുപഞ്ചർ ചൈനീസ് ചികിത്സയിൽ നമ്മൾ ചെയ്യുന്നത് ഇയാളുടെ ശരീരപ്രകൃതം. അപ്പോഴാണ് നാം ഇതിനു മുന്നേ അക്യുപഞ്ചറിൽ ഉപയോഗിക്കുന്ന സാധാരണമായ ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയസിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യുകയുണ്ടായി. അപ്പോൾ എന്തെല്ലാം നമുക്ക് കോളർ ഉണ്ടോ? ഹലോ ഹലോ, നമസ്കാരം. സ്വാഗതം വീഡിയോത്തിലേക്ക്. പേര് പറഞ്ഞോളൂ. എന്റെ പേര് മുഹമ്മദ് അലി. ശരി, ഡോക്ടർ സംസാരിക്കും. ചോദിച്ചോളൂ. മുഹമ്മദ് അലി, ഞാൻ ദുബായിന്ന് വിളിക്കാണ്. ഓക്കെ. പിന്നെ 43 വയസ്സ് കഴിഞ്ഞ് 44ാമത്തെ വയസ്സാണ്. ഓക്കെ. ഷുഗർ ഒരു 15 വർഷമായിട്ട് ഷുഗർ ഉണ്ട്. ഓക്കെ. ഇപ്പൊ എന്റെ പ്രശ്നം എന്ന് പറഞ്ഞാല് വെയിറ്റ് 79 കിലോ ആണ്. ഓക്കെ. കാല് രാത്രി ഉറങ്ങാൻ കിടന്ന് രാവിലെ ഒന്ന് തിരികെ മഴ ചെയ്താൽ കാലിന്റെ മസിലി കയറി പോവുക, അല്ലെ കാൽ ഓടി പിടിച്ചു പോകും. ആ ഒരു വിഷയം. പിന്നെ ഈ വലത്തേക്കാലിൽ പിന്നെ നടത്തവും ഒന്ന് പൊങ്ങി കഴിഞ്ഞാൽ വലത്തേക്കാല് ഊരം മുട്ട് നല്ല വേദന ഉണ്ടാവും. അത് സ്ഥിരമായിട്ട് നടന്നു കഴിഞ്ഞാൽ വേദന ഉണ്ടാവില്ല. ഒരാഴ്ച നടത്തം നിന്ന് കഴിഞ്ഞാൽ വീണ്ടും തോന്നും. അപ്പൊ ഇപ്പൊ ചെയ്യുന്ന വെച്ചാല് ഷുഗറിന് ഇൻസുലിൻ എടുക്കുന്നുണ്ട്. പിന്നെ രക്തോട്ടത്തിനുള്ള ഒരു ഹോസ്പിറ്റലിൽ കഴിക്കുന്നുണ്ട് 75. പിന്നെ ഒരു പറഞ്ഞൊരു ഗുളികയും കഴിക്കുന്നുണ്ട്. 3 ഗുളിക സ്ഥിരമായിട്ട് കഴിക്കുന്നുണ്ട്. അപ്പൊ ഇതില് ആയുർവേദിക്കില് തീർച്ചയായും നിങ്ങളുടെ ഈ പ്രശ്നം ഇപ്പോൾ 19 വർഷമായിട്ട് ഷുഗർ ഉണ്ടെന്നല്ലേ പറഞ്ഞത്? എത്ര വർഷമായി? 15 വർഷം കഴിഞ്ഞു. 15 വർഷം കഴിഞ്ഞു. എത്ര വയസ്സുണ്ട്? 44. 44. അപ്പോൾ വളരെ യങ് ഏജിൽ തന്നെ ഷുഗർ സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഇപ്പോൾ ഓക്കെ. അപ്പോൾ ഈ പറഞ്ഞ ലക്ഷണങ്ങളിൽ നിന്ന് ഇത് നാഡികൾക്കുണ്ടാകുന്ന ക്ഷീണം, അതും അല്ലെങ്കിൽ ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന പ്രശ്നമാണ് നിങ്ങളുടേത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഡയബറ്റിക് ന്യൂറോപ്പതിക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മളുടെ പരമ്പരാഗത ചികിത്സകളിൽ ഉള്ളിലേക്ക് കഴിക്കാനുള്ള നല്ല മരുന്നുകളുണ്ട്. അതേപോലെ തന്നെ ഒഴിച്ചിലടക്കമുള്ള ചികിത്സാ ക്രമങ്ങൾ തീർച്ചയായിട്ടും ഇതിന് ഗുണകരമായിട്ടാണ് കാണുന്നത്. എന്നാൽ തന്നെ പലപ്പോഴും ഈ ഒഴിച്ചിലെല്ലാം നടത്തി കഴിഞ്ഞാലും ചെറിയ തോതിൽ ഈ ഞരമ്പുകൾക്ക് തരിപ്പ്, അതുമല്ലെങ്കിൽ ഒരു പ്രത്യേക ഘനം, ഇതേപോലെയുള്ള അവസ്ഥകൾ നിലനിൽക്കുന്നതായിട്ട് കാണാറുണ്ട്. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അവശേഷിക്കുന്നുവെങ്കിൽ അവയ്ക്ക് അക്യുപഞ്ചർ വളരെ ഫലപ്രദമായിട്ടാണ് കാണുന്നത്. അപ്പോൾ നല്ല രീതിയിലുള്ള ഭക്ഷണക്രമം, അതുപോലെ തന്നെ ജീവിതശൈലി ക്രമീകരണം, അതോടൊപ്പം തന്നെ പരമ്പരാഗത ചികിത്സകൾ, പ്രത്യേകിച്ച് ആയുർവേദവും അതുപോലെ തന്നെ പ്രകൃതി ജീവനവും സംയോജിപ്പിച്ചുകൊണ്ടുള്ള ചികിത്സാക്രമങ്ങൾ, അതോടൊപ്പം തന്നെ യോഗയുടെ പരിശീലനവും നിങ്ങൾക്ക് ഗുണപ്രദമായിട്ടാണ് കാണുക. കാരണം ഇത് ശരീരത്തിലെ കലോറീസ് ബേൺ ചെയ്യാനും, ഇപ്പോൾ അല്പം അമിതവണ്ണമുള്ള ആളെന്നല്ലേ പറഞ്ഞത്, അപ്പോൾ യോഗയുടെ ചില അഭ്യാസങ്ങളെല്ലാം ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ ശരീരത്തിലെ ബ്ലഡ് ഷുഗർ ലെവലിനെ ക്രമീകരിച്ച് നിർത്താനും, അതോടൊപ്പം തന്നെ നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന അക്യുപഞ്ചറിന്റെയും സമർത്ഥമായ ഉപയോഗം, സാർത്ഥകമായ ഉപയോഗം തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം കാണാനായിട്ട് സഹായിക്കും. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കൺസൾട്ടേഷൻ ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കാവുന്നതാണ്. ഓക്കെ. ഇല്ല, ദുബായിലില്ല, ഞാൻ ഷാർജയിലാണ്. ബാക്കി ഡീറ്റെയിൽസ് ഇവിടെ NTVയിൽ നിന്ന് ഈ പരിപാടിയുടെ അവസാനവും മറ്റുമായിട്ട് പറയുന്നതാണ്. ഓക്കെ, ധൈര്യമായിട്ടിരിക്കുക. അപ്പോൾ ഈ പറഞ്ഞ പ്രശ്നമെല്ലാം നമ്മൾ പരമ്പരാഗത ചികിത്സ പറഞ്ഞോളൂ. അല്ല, ഇത് അങ്ങനെ കോസ്റ്റ്ലി എന്ന് പറയാൻ സാധിക്കുകയില്ല. കാരണം ഇവിടെ ഒരു ദുബായിലെയോ UAE-ലെയോ സാഹചര്യത്തിൽ ബാക്കിയുള്ള പരമ്പരാഗത ചികിത്സകളെക്കാളും ഒരല്പം ചിലവ് കുറവാണ് അക്യുപഞ്ചറിന് വരാനായിട്ട് സാധ്യതയുള്ളൂ. പിന്നെ ഇതിൽ എത്രമാത്രം നീഡിൽസ് ഉപയോഗിക്കണം, അതായത് എല്ലാവർക്കും നീഡിലിംഗ് വേണ്ടി വരികയില്ല. നമ്മളിവിടെ വച്ചിരിക്കുന്ന ചില ഉപകരണങ്ങൾ, ഇവയെക്കുറിച്ചെല്ലാം പിന്നീട് നമ്മൾ ചർച്ച ചെയ്യുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പല രീതിയിലുള്ള ചികിത്സകളുണ്ട്. അപ്പോൾ ഇതിൽ ഏതാണ്, ഇപ്പോൾ ഉദാഹരണത്തിന് ആയുർവേദത്തിൽ തന്നെ എല്ലാവർക്കും നമ്മൾ ഒഴിച്ചിലല്ല കൊടുക്കുന്നത്. അപ്പോൾ ഇതെന്താണ്, ഏത് ചികിത്സയാണ്, അതുമല്ലെങ്കിൽ ഏത് തരത്തിലുള്ള നീഡിലുകളാണ് നിങ്ങൾക്ക് ഉപയോഗിക്കുന്നത് എന്നതിനെ അനുസരിച്ചിട്ടാണ് ഈ ചികിത്സയുടെ പ്രൈസിങ് വരിക. അതുകൊണ്ട് അധികം പേടിക്കേണ്ട, അതുമല്ലെങ്കിൽ വല്ലാത്ത രീതിയിലുള്ള എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ചികിത്സയല്ല ഒരിക്കലും ഇത് എന്നുള്ളത് തീർച്ചയായിട്ടും വിശ്വസിക്കുക. ഓക്കെ. ഇതിന് തീർച്ചയായിട്ടും കണക്കുകളുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്.
തന്നെ അടുപ്പിച്ചാകാം, അതുമല്ലെങ്കിൽ വിട്ടുവിട്ടാകാം, ചിലപ്പോൾ ആഴ്ചയിൽ ഒന്ന് വീതമാകാം. ഇതെല്ലാം ഒരു ഡോക്ടർ കണ്ട ശേഷമാണ് ഏത് രീതിയിൽ വേണം എന്നുള്ളത് തീരുമാനിക്കുക. ഓക്കെ, ആയിക്കോട്ടെ. സന്തോഷം വിളിച്ചതിൽ. ഡോക്ടർ നേരിട്ട് തന്നെ കാണാവുന്നതുമാണ് നിങ്ങൾക്ക് അല്ലെ? പല കാര്യങ്ങളും നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് ഓണറിൽ പറയാൻ സാധിക്കില്ല ഡോക്ടർ ഒരു പേഷ്യന്റിനെ കാണാതെ തന്നെ. ഇനി നമ്മളുടെ ഈ ഒരു രൂപത്തിലേക്ക് തിരിച്ചെത്താം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു നമ്മളുടെ നടുവേദനയോ അല്ലെങ്കിൽ കൈവേദനയോ ഒക്കെ വരികയാണെങ്കിൽ കഴിഞ്ഞ എപ്പിസോഡ് കണ്ടവർക്കറിയാം, നമ്മൾ ചെവിയിൽ നോക്കി വരെ നമുക്ക് പറയാൻ സാധിക്കുമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. എന്റെ സംശയം അതായിരുന്നു, ചെവിയിൽ നോക്കിയിട്ട് എവിടെയാണ് നീഡ്ലിംഗ് എവിടെയാണ് നടത്തേണ്ടത്? ഡെഫിനറ്റ്ലി അത് ഇവിടെ തന്നെ ആയിരിക്കണം, പക്ഷെ ഇത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നതിനെ കുറിച്ചൊക്കെ നമുക്കൊന്ന്. ഇതിൽ ഏത് തരത്തിലുള്ള നീഡിലാണ്, അതുപോലെ തന്നെ ഏതെല്ലാം പോയിന്റുകളാണ്, നമ്മളിപ്പോൾ ഫ്രോസൺ ഷോൾഡറിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇപ്പോൾ ഫ്രോസൺ ഷോൾഡർ, ഇപ്പോൾ വലതു ഭാഗത്തെ തോളിന് വേദന ഒരാൾക്കുണ്ട് എന്നിരിക്കട്ടെ. ഇതിൽ ആദ്യമായിട്ട് നമ്മൾ സെലക്ട് ചെയ്യുക വേദനകൾക്കായിട്ടുള്ള പ്രത്യേക പോയിന്റുകളുണ്ട് അക്യുപഞ്ചറിൽ. ഈ പോയിന്റുകളിൽ നമ്മൾ സ്റ്റിമുലേഷൻ കൊടുത്തു കഴിഞ്ഞാൽ വേദനകൾ ഉടൻ തന്നെ ശമിക്കും. ഇതിൽ ഏറ്റവും പ്രധാനം നാം കഴിഞ്ഞ എപ്പിസോഡിൽ പറയുകയുണ്ടായി, ബായ് ഹുയ് എന്ന് പറഞ്ഞ നമ്മളുടെ നെറുന്തലയിൽ ഉള്ള പോയിന്റ് എന്ന് പറഞ്ഞു, കിങ് ഓഫ് ഓൾ പോയിന്റ്സ്. ഇപ്പോൾ ഈ നെറുന്തലയിൽ നമ്മൾ രാസ്നാദിപൊടി തിരുമുന്ന ഈ ഒരു ഭാഗത്തായിട്ടാണ് ബായ് ഹുയ് എന്നുള്ള ഈ ഒരു പോയിന്റ് ഉള്ളത്. ഇവിടെ തീർച്ചയായിട്ടും ഒരു നീഡിൽ ഇവിടെ കൊടുത്തിരിക്കും, മൂർധാവിന്റെ ഈ ഒരു ഭാഗത്ത്. കാരണം ഇതിന് പല കാരണങ്ങളുണ്ട്. നമുക്കറിയാം, അക്യുപഞ്ചർ ഇതിന്റെ ശാസ്ത്രീയതയെ കുറിച്ച് പറയുന്നത് തന്നെ ഇത് പെയിൻ ഗേറ്റ് തിയറി എന്നാണ്. ഒരു തിയറി തന്നെയുണ്ട്. അതായത് നമ്മൾ അക്യുപഞ്ചറിലൂടെ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ഒരു വേദന ശരീരത്തിൽ നിലനിൽക്കുമ്പോൾ, ഉദാഹരണത്തിന് നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കുക, ഒരു ചെറിയ നടുവേദനയുണ്ട്, ആ സമയത്ത് കഠിനമായ ഒരു പല്ലുവേദന നിങ്ങൾക്ക് വരുന്നുവെങ്കിൽ ഈ നടുവേദനയെ കുറിച്ച് പിന്നെ നിങ്ങൾ ചിന്തിക്കുന്നില്ല. ഇനി ചിലപ്പോൾ അതെ പല്ലുവേദനയായിരിക്കും നിങ്ങൾ. അപ്പോൾ കൂടിയ വേദന ഏതാണോ ഇതിനോട് താതാത്മ്യം പ്രാപിക്കാനാണ് ശരീരത്തിന് ഒരു പ്രവണതയുള്ളത്. അപ്പോൾ അക്യുപഞ്ചറിൽ നാം യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ഒരു താൽക്കാലികമായിട്ടാണെങ്കിലും നമ്മൾ അറിയാതെ മസ്തിഷ്കത്തിലേക്ക് നമ്മൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വേദനയെക്കാളും കുറച്ചുകൂടി ശക്തമായ ഒരു തരംഗം വിടുകയാണ്. പക്ഷെ ഇത് കുത്തുമ്പോൾ നമ്മൾ അറിയുന്നില്ല. ഈ ഒരു തരംഗം നമ്മളുടെ നാഡികളിലൂടെ മസ്തിഷ്കത്തിലേക്ക് കടന്നു പോവുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ സാധാരണ എപ്പോഴും പറയുന്നത് ചെറിയ ഒരു ഇഞ്ചക്ഷനോ അല്ലെങ്കിൽ ചെറിയ ഒരു നീഡലിനെ ആണെങ്കിലും നമ്മൾ അല്പം മരവിപ്പിച്ചിട്ട് സാധാരണ ചെയ്യാറുള്ളൂ. ഇത് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമേ വരുന്നില്ല. കാരണം അക്യുപഞ്ചർ പോയിന്റുകൾ വേണ്ട രീതിയിൽ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരാൾ ഈ അക്യുപഞ്ചർ പോയിന്റ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ ഈ രോഗിക്ക് ഒരു തരത്തിലുള്ള വേദനയും അനുഭവപ്പെടില്ല എന്നുള്ളതാണ് ഇതിന്റെ അത്ഭുതം. ഇത് അനുഭവിച്ചവർക്ക് അറിയാം, ഒരു ഉറുമ്പ് കുത്തുന്ന വേദന എന്ന് പോലും പറയാനുള്ള വേദന ഈ ഒരു ചികിത്സാ സമ്പ്രദായത്തിൽ അനുഭവപ്പെടുകയില്ല. അതുപോലെ തന്നെ എല്ലാവർക്കും നമ്മൾ ഈ പഞ്ചറിങ് കൊടുക്കണമെന്നൊന്നുമില്ല. ഇനി ചിലർക്ക് ഈ പറഞ്ഞ പോലെ അക്യുപഞ്ചറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോംപ്ലിക്കേഷൻ പലപ്പോഴും സ്ത്രീകൾക്കെല്ലാം കുട്ടികൾക്കെല്ലാം ഇതിനോടുള്ള ഭയമാണ്. നമുക്കറിയാം, ഈ രീതിയിൽ കുറെ നീഡിലുകളെല്ലാം കണ്ടു കഴിയുമ്പോൾ തന്നെ പകുതി ജീവൻ പോകുന്ന ഒരവസ്ഥ പലപ്പോഴും കാണാറുണ്ട്. പക്ഷേ അതെ അപ്പോൾ ഇത് അങ്ങനെ പേടിക്കേണ്ട ഒരു തവണ ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്താൽ, കാരണം ഒരു നീഡിൽ നിങ്ങളുടെ ശരീരത്തിൽ ഒന്ന് ഇത് നീഡ്ലിംഗ് നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് എത്രമാത്രം വേദന രഹിതമായിട്ടുള്ള ഒരു ചികിത്സാ സമ്പ്രദായമാണെന്ന്. ഞാൻ പറയുകയുണ്ടായി അല്ലെ, ചൈനയിലും മറ്റും ഇപ്പോൾ പ്രസവത്തിന്റെ വേദന മറയ്ക്കാൻ പോലും ഇന്ന് അക്യുപഞ്ചർ ഉപയോഗിക്കുന്നുണ്ട്. അത്ര ഫലപ്രദമായിട്ടുള്ള ഒരു ചികിത്സാ രീതിയായി ഇന്ന് അക്യുപഞ്ചർ ഉയർന്ന് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ഫ്രോസൺ ഷോൾഡറിലേക്ക് വരികയാണെങ്കിൽ അപ്പോൾ ഇത് തീർച്ചയായിട്ടും നാം ഒരു പോയിന്റ് ചിലപ്പോൾ സെലക്ട് ചെയ്യും. ഇതിങ്ങനെ ജനറലൈസ്ഡ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ഉണ്ട്. അതേപോലെ തന്നെ ഈ കൈകളുടെ ഈ തള്ളവിരലും ചൂണ്ടുവിരലും ഇവയ്ക്ക് ഇടയിൽ നാം ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് ഒരു അല്പം പ്രദേശം ഉയർന്നു വരുന്നത് കാണാം. ഇവിടെ ഇതിന്റെ ഏറ്റവും പ്രോമിനന്റ് ആയിട്ടുള്ള ഭാഗം യഥാർത്ഥത്തിൽ LI4 എന്ന് പറയുന്ന ഒരു പോയിന്റ് ആണ്. ലാർജ് ഇൻറ്റസ്റ്റൈൻ 4. നമ്മൾ ചിന്തിക്കും ലാർജ് ഇൻറ്റസ്റ്റൈൻ ഇതും തമ്മിൽ എന്താണ് ബന്ധമെന്ന്. പക്ഷേ ഈ പോയിന്റ് യഥാർത്ഥത്തിൽ വേദനകളെ നിയന്ത്രിക്കാൻ വളരെ ഫലപ്രദമായിട്ടുള്ള, ഇത് ഇപ്പോൾ കേവലം നീഡ്ലിംഗ് തന്നെ വേണമെന്നില്ല, അടുത്ത ഒരു വേദന അനുഭവപ്പെടുന്ന സമയത്ത് നിങ്ങൾ ഈ ഭാഗത്തുനിന്ന് അല്പസമയം ഒന്ന് ഞെക്കി നോക്കുക, നിങ്ങൾക്ക് വേദനയിൽ ഒരാശ്വാസം അനുഭവപ്പെടുന്നത് കാണാൻ സാധിക്കും. ഷോൾഡറിന്റെ വേദനയ്ക്കും അതേപോലെ തന്നെ ഒരുമാതിരിപ്പെട്ട ഈ പറഞ്ഞ നമ്മൾ പറയുന്ന എല്ലാ വേദനകൾക്കും തന്നെ ഗുണപ്രദമായിട്ടുള്ള. അപ്പോൾ ഇത് രണ്ട് കൈകളിലും, അതിപ്പോൾ വലതു തോളിലാണെങ്കിലും നമ്മൾ പലപ്പോഴും ഇത് രണ്ട് കൈകളിലും ഇത് കൊടുക്കും.
പിന്നീട് നാം സെലക്ട് ചെയ്യുന്ന പോയിന്റ് ഡിസ്റ്റൽ പോയിന്റ് എന്ന് പറഞ്ഞ ഒരു പോയിന്റ് ഉണ്ട്. ഡിസ്റ്റൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മളുടെ അന്ന് ഞാൻ ഈ ചെവിയുടെ രൂപം കാണിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ് ഓറിക്കുലർ പഞ്ചർ. നമ്മളുടെ ശരീരത്തിലെ ഓരോ അവയവവും കേവലം ആ അവയവത്തിൽ ഇരിക്കുന്ന ഭാഗത്ത് മാത്രമല്ല, ഇവയിൽ നിന്നുള്ള നാഡീ ഞരമ്പുകൾ പാദങ്ങളിൽ, അതേപോലെ തന്നെ കൈപ്പത്തുകളിൽ, ശിരസിൽ, നമ്മളുടെ ചെവികളിൽ, ഈവൻ നമ്മളുടെ നാവിൽ വരെ ഇവയ്ക്ക് റെപ്രസെന്റേഷൻസ് ഉണ്ട്. അപ്പോൾ ഈ പ്രത്യേക പോയിന്റുകൾ ഏതെല്ലാം വേണം എന്നുള്ളത് ഒരു ചികിത്സാരി അയാളുടെ എക്സ്പീരിയൻസിന് അനുസരിച്ചിട്ടാണ് തീരുമാനിക്കുക. ഇത് പിന്നീട് നമ്മൾ ഈ ഒരു പോയിന്റ്സ് കൂടി 1-2 പോയിന്റുകൾ ഇതിന്റെ കൂടെ കൂട്ടിച്ചേർക്കുന്നു, ഡിസ്റ്റൽ പോയിന്റുകൾ. പിന്നെ വരുന്നത് ഹൊറാറി പോയിന്റ്സ് എന്ന് പറയുന്ന കുറച്ച് പോയിന്റുകളാണ്. ഈ ഹൊറാറി പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ അത് നാം ചൈനീസ് ചികിത്സയുടെ, പ്രത്യേകിച്ച് അക്യുപഞ്ചറിന്റെ അടിസ്ഥാന തത്വങ്ങൾ വിശദമാക്കുന്ന അവസ്ഥയിൽ കഴിഞ്ഞ ആഴ്ച പറയുകയുണ്ടായി. അതായത് ഒരു ചാന്ദ്രിക, അതുമല്ലെങ്കിൽ ഒരു ക്ലോക്ക് എന്ന രീതിയിൽ നമ്മളുടെ ശരീരത്തിലെ 12 പ്രധാനപ്പെട്ട ചാനലുകളിൽ, അതായത് 12 പ്രധാനപ്പെട്ട അവയവങ്ങളിലും പ്രാണശക്തി, അതുമല്ലെങ്കിൽ ചി ഏറ്റവും അധികം നിറഞ്ഞു നിൽക്കുന്ന അവസരമുണ്ട്. ഈ ഒരു അവസ്ഥയിൽ നമ്മൾ ഈ ഒരു പ്രത്യേക പോയിന്റുകളെ സ്റ്റിമുലേറ്റ് ചെയ്താൽ ഇവയ്ക്ക് കൂടുതലായിട്ട് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരാളുടെ പ്രത്യേക അവസ്ഥയ്ക്ക് അനുസരിച്ചിട്ടുള്ള ഹൊറാറി പോയിന്റ് ഏത് എന്നുള്ളത് നാം തീരുമാനിക്കുന്നുണ്ട്. അതേപോലെ തന്നെ പിന്നെ മറ്റൊരു സംജ്ഞ ആക്ഷി പോയിന്റ് എന്നാണ്. ആക്ഷി പോയിന്റ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഇപ്പോൾ ഉദാഹരണത്തിന് വലത് തോളിന് വേദനയുണ്ടെങ്കിൽ ഈ ഒരു തോൾ ഭാഗത്ത് നമ്മൾ ഞെക്കി നോക്കിയാൽ, ഈ രീതിയിൽ സമ്മർദ്ദം ചെലുത്തി നോക്കുമ്പോൾ ചില ഭാഗങ്ങളിൽ ആൾക്ക് കഠിനമായിട്ടുള്ള വേദന ഉണ്ടാകും. ഇവിടങ്ങളിലും നാം നീഡ്ലിംഗ് നടത്തുന്നു, അതുമല്ലെങ്കിൽ അക്യുപ്രഷർ കൊടുക്കുന്നു. ഇങ്ങനെ പല രീതിയിലാണ് നമ്മൾ ഏത് തരത്തിലുള്ള പോയിന്റ് വേണം എന്നുള്ളതിന് ഒരു തീരുമാനമെടുക്കുന്നത്. അപ്പോൾ ഈ തീരുമാനമെടുക്കുന്നതിന് മുന്നായിട്ട് നമ്മൾ ഈ ഡയഗ്നോസിസിന് വേണ്ടിയിട്ട്, ശരി, ഫ്രോസൺ ഷോൾഡർ എന്ന് ഉള്ളത് നമ്മളിപ്പോൾ വളരെ ജനറലായിട്ട് ഉപയോഗിക്കുന്ന ഒരു പദമാണ്. പക്ഷേ ഇയാളുടെ നാവിന്റെ കളർ, അതേപോലെ തന്നെ ബാക്കിയുള്ള അവയവങ്ങളുടെ സ്ഥിതി, ഇതെല്ലാം നാഡിയെ നാം പ്രത്യേകം എടുത്തു നോക്കിയ ശേഷമാണ്. അതോടൊപ്പം തന്നെ നിലവിലിരിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ, ഇപ്പോൾ ഫ്രോസൺ ഷോൾഡറുള്ള ഒരു ലേഡിയുടെ കാര്യം ചോദിച്ചപ്പോൾ ഞാൻ ചോദിക്കുകയുണ്ടായി, നിങ്ങൾക്ക് സാധാരണ ഷുഗർ ഉള്ളവർക്ക് ഇത് വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്രശ്നമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള നമ്മൾ ഒരു പാസ്റ്റ് ഹിസ്റ്ററിയും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എടുത്ത ശേഷമാണ് ഒരു ചികിത്സാ ക്രമം തീരുമാനിക്കുക. ഇതോടൊപ്പം തന്നെ അപ്പോൾ അക്യുപഞ്ചർ ചെയ്തു എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളിലെല്ലാം ശരി, ഇത് ബാക്കിയുള്ള പരമ്പരാഗത ചികിത്സകളെ പോലെ തന്നെ നമ്മൾ കുറച്ച് പഥ്യങ്ങൾ, കുറച്ച് ജീവിതശൈലിയിലെ മാറ്റങ്ങൾ, ഭക്ഷണക്രമത്തിലെ മാറ്റങ്ങൾ, എന്നാൽ തന്നെ നമ്മളുടെ ഇന്ത്യയിലെ ഭാരതത്തിന്റെ പരമ്പരാഗത ചികിത്സകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പൊതുവെ പഥ്യം കുറവുള്ള ഒരു ചികിത്സയാണ് അക്യുപഞ്ചർ. ഇതും വളരെ ആളുകൾക്ക് ഇതിനോടൊരു അട്രാക്ഷൻ ഉണ്ടാകാനായിട്ടുള്ള ഒരു കാരണമാണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നാം ഒരു ചികിത്സയെ ഇതിൽ നോക്കിക്കാണുക. അവിടെ നമുക്കൊരു ചെറിയ ഇടവേള എടുത്താൽ ശേഷം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെവിയിൽ നിന്ന് എങ്ങനെയാണ് ഈ ഒരു രൂപത്തിലേക്ക്, ചെവിയിലൂടെ കണ്ടുപിടിച്ചിട്ട് ഈ രൂപത്തിലേക്ക് ഇൻജെക്ട് ചെയ്യുന്ന രീതി വരെ എത്തുന്നത് എന്നതിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഒരു ചെറിയ ഇടവേള. അനുഭവിച്ചറിയണം. സൈബ ജ്വല്ലറി, ദുബായ്, ഖത്തർ. നിങ്ങളുടെ ആരോഗ്യപരമായ സംശയങ്ങൾക്കുള്ള മറുപടിയുമായി യുവ ഡോക്ടർ എല്ലാ ഞായറാഴ്ചയും രാത്രി 8 മുതൽ 9 വരെ മറക്കാതെ. Brought to you by NMC Healthcare. Variety collections of gold, diamond, platinum, precious stones, pearls and branded watches. Exclusive Belgium cut diamond jewelry. Trigi Jewelry. Branches Goldland Daira Gold Soap. Dubai Festival City. New Gold Soap Center, Bardubai. Al Khalid Shopping Center, Bardubai. For more details, call 04398 5535. Close to your heart, close to your home, all that makes life good. Dream further, but sees what's newer.
ഖനിയിൽ നിന്ന് നിനക്ക് വേണ്ടി ഞാൻ അടർത്തിയെടുത്ത അപൂർവ രത്നം. അതുമായി കട്ടിങ്ങിൽ ലോകം അംഗീകരിച്ച ബെൽജിയത്തിലേക്ക്. പെർഫെക്റ്റ് കട്ടിങ്ങുമായി ഡിസൈൻ പാരഡൈസ് എന്ന ലോകം പുകഴ്ത്തുന്ന ഹോങ്കോങ്ങിലേക്ക്. പിന്നെ ഏറ്റവും ലേറ്റസ്റ്റ് പ്രീമിയം ഡയമണ്ട് ജുവലറിയുമായി എന്റെ പ്രിയതമയുടെ ഹൃദയത്തിലേക്ക്. എന്നാലും എന്റെ മനസ്സ് പറയും, നിന്റെ മനസ്സ് പറയും. ജോയ ലൂക്കാസ്. സൗത്ത് ആഫ്രിക്കൻ ഡയമണ്ട്, ബെൽജിയം കട്ടിങ്ങും ഹോങ്കോങ് ഡിസൈനും ഒത്തുചേരുമ്പോൾ മനസ്സ് പറയും ജോയ ലൂക്കാസ്. Joya Lucas, world's favorite jeweler. വീണ്ടും സ്വാഗതം ചെയ്യുന്നു മീഡിയോരത്തിലേക്ക്. നമ്മൾ സംസാരിക്കുന്നത് ചൈനീസ് ചികിത്സാ രീതിയായ അക്യുപങ്ക്ചർ. വിട്ടുമാറാത്ത വേദനകൾക്ക് എങ്ങനെയാണ് അക്യുപങ്ക്ചർ ഉപകാരപ്രദമാവുക എന്നാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത്. നമ്മൾ നേരത്തെ കണ്ടതുപോലെ, ഇടവേളയ്ക്ക് മുമ്പ് കണ്ടതുപോലെ, ഒരു ശരീരത്തിന്റെ ഒരു രൂപത്തിൽ എത്രമാത്രം പോയിന്റ്സ് ആണ് ഉള്ളത് എന്നും അത് ചെവി, അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ ചെറിയ ചെറിയ അവയവങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ നമുക്കത് കണ്ടുപിടിക്കാം എവിടെയൊക്കെ വേദന, അതെന്താണ് പ്രശ്നം ഉണ്ടാക്കുന്നത്, എവിടെ നിന്ന് എന്തുകൊണ്ടാണ് ആ വേദന വരുന്നത്, ഇതെല്ലാം കൃത്യമായിട്ട് കണ്ടുപിടിക്കാം എന്നാണ് ഡോക്ടർ നമ്മളോട് പറഞ്ഞത്. ഡോക്ടർ, ഇനി ഇവിടെ ഒരുപാട് ഉപകരണങ്ങൾ ഡോക്ടർ കൊണ്ടുവന്നിട്ടുണ്ട്, കാന്തം ഉൾപ്പെടെ ഒരുപാട് ഉപകരണങ്ങൾ. ഡോക്ടർ, ഇതിന്റെയൊക്കെ പ്രത്യേകത എന്താണ്? ഇത് എത്രമാത്രം പ്രാധാന്യമുണ്ട് ചൈനീസ് ചികിത്സാ രീതിയിൽ, പ്രത്യേകിച്ച് വിട്ടുമാറാത്ത ഈ ഒരു വേദനയ്ക്ക്? ഓക്കെ, നമ്മൾ ഇവിടെ പലതരത്തിലുള്ള ഉപകരണങ്ങൾ ഇവയിൽ നിന്നെല്ലാം തന്നെ വ്യക്തമാകുന്ന ഒരു സംഗതിയുണ്ട്. കാരണം പലപ്പോഴും പരമ്പരാഗത ചികിത്സകൾ, നമ്മളുടെ ഭാരതീയ പരമ്പരാഗത ചികിത്സകൾ ആധുനികതയ്ക്ക് നേരെ മുഖം തിരിച്ച്, അതുമല്ലെങ്കിൽ ഒന്ന് മടിച്ച് നിൽക്കുമ്പോൾ ആധുനികതയെ പൂർണ്ണമായും എന്താണ് പറയുക, പ്രണയിക്കുന്ന ഒരു ചികിത്സാ സമ്പ്രദായം കൂടിയാണ് അക്യുപഞ്ചർ. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ചില ഉപകരണങ്ങളെല്ലാം തന്നെ ഇതെല്ലാം 1950-കൾക്ക് ശേഷം അക്യുപഞ്ചറിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യപ്പെട്ട ചില ഉപകരണങ്ങളാണ്. ഇപ്പോൾ ഈ കാണുന്ന ഉപകരണം, ഇത് ബ്രെയിൻ പോളറൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രത്യേക ഉപകരണമാണ്. ഇത് നമുക്കറിയാവുന്നതുപോലെ തന്നെ മാനസിക പ്രശ്നങ്ങൾക്ക്, അതുപോലെ തന്നെ അമിതമായിട്ടുള്ള ഉത്കണ്ഠയ്ക്ക്, അതുപോലെ തന്നെ ഡിപ്രഷൻ തുടങ്ങിയ പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ സാധാരണമായി ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ്. ഇത് നാം ചെയ്യുന്നത്, ഇത് കണ്ടില്ലേ, ഈ രീതിയിൽ ഒരു ഇലക്ട്രോഡ്, ഇത് നമ്മൾ ശിരോഭാഗത്തായിട്ട് ഈ ഒരു ഇലക്ട്രോഡ് പിടിപ്പിക്കുകയാണ് ചെയ്യുക. ശിരസിന്റെ ഇല്ല, ഇപ്പോൾ അതിലേക്കല്ല, നമുക്കിത് ഒരു രോഗിക്ക് വേണ്ടിയിട്ട്, അതെ അതെ അതാണ്. അതെ, ഈ രീതിയിൽ ഇപ്പോൾ നമ്മൾ ചെവിയുടെ ഭാഗത്തായിട്ട് ഇത് വയ്ക്കുകയാണ് ചെയ്യുക. ശിരസിന്റെ ഇരുവശത്തുമായിട്ട് ഇവിടെ ഒരു പോയിന്റ് സെലക്ട് ചെയ്ത് നാം വയ്ക്കുകയാണ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ ഒരു ഇലക്ട്രോഡ് നമ്മൾ കാലിൽ, ഏതെങ്കിലും ഒരു കാലിൽ നാം ഘടിപ്പിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് ഇവിടെയുള്ള ഈ ഒരു സ്വിച്ച് ഇതിനനുസരിച്ചിട്ട്, ഇത് ഇന്റൻസിറ്റി നമുക്ക് ഇത് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഇതിനനുസരിച്ചിട്ട് ഇതിലൂടെ കടന്നു പോകുന്ന കാന്തിക പ്രവാഹത്തെ നാം നിയന്ത്രിക്കുന്നു. എന്നിട്ട് ഈ രോഗിയോട് നാം ചോദിച്ച് മനസ്സിലാക്കുകയാണ് ചെയ്യുക, ആർ യു ഫീലിംഗ് കംഫർട്ടബിൾ. ഈ ഒരു ഇത് വെച്ച് കഴിയുമ്പോൾ തന്നെ ഒരു സുഖകരമായ ഒരു അവസ്ഥ. ഇത് അല്ലാതെ ഇലക്ട്രിക് ഷോക്ക് പോലെയുള്ള ഒരു ചികിത്സയല്ല. പലരും ഇലക്ട്രോഡെല്ലാം കത്തി ചെയ്യുമ്പോൾ ഇത് ഭയക്കുന്ന ചില്ലെങ്കിലും ഉണ്ട്. പക്ഷെ ഇത് അങ്ങനെ പേടിക്കുന്ന ഒരു ചികിത്സാക്രമമല്ല. നമ്മളുടെ ശിരോഭാഗത്തെ മസ്തിഷ്കത്തിന്, നമുക്കറിയാം മാനസിക സംഘർഷവും ജീവിത സംഘർഷങ്ങളും എല്ലാം തന്നെ കൂടാനുള്ള ഒരു കാരണം നമ്മളുടെ മസ്തിഷ്കത്തിലെ എൻഡോർഫിൻ, എൻകഫലിൻ എന്നെല്ലാം പറയുന്ന ചില പ്രത്യേക രാസവസ്തുക്കളുടെ കുറവാണ്. ഈ കുറവ് പരിഹരിക്കാൻ സഹായിക്കുന്ന, അതാണ് ബ്രെയിൻ പോളറൈസേഷൻ എന്ന് ഈ ഒരു ചികിത്സയ്ക്ക് പേര് തന്നെ വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ കാണുന്ന ഉപകരണം, ഇത് ആസ്തമ ഗാർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഉപകരണമാണ്. ഈ ആസ്തമ ഗാർഡ് യഥാർത്ഥത്തിൽ നാം ചെയ്യുന്നത് ഇതേപോലെ തന്നെ ഒരു കയ്യിൽ നാം നമ്മളുടെ ഈ ഇലക്ട്രോഡ് പിടിപ്പിക്കുന്നു, മറു കയ്യിലോ അതുമല്ലെങ്കിൽ ആ കയ്യിൽ തന്നെയുള്ള ചില പ്രത്യേക പോയിന്റുകൾ, ആസ്തമയ്ക്ക് വളരെ ഫലപ്രദമായിട്ടുള്ള ചില പോയിന്റുകളുണ്ട്. ഈ പോയിന്റുകളിൽ നാം ഈ ഒരു നീഡിൽ പോലെയുള്ള ഈ ഒരു ഭാഗം ഉപയോഗിച്ചുകൊണ്ട് സ്റ്റിമുലേറ്റ് ചെയ്യുക. ഇതും വളരെ ഫലപ്രദമായിട്ട്, പ്രത്യേകിച്ച് ആസ്മ രോഗികളിൽ, അതേപോലെ തന്നെ ചില വേദനകൾക്ക് ചില പ്രത്യേക പോയിന്റുകളിൽ നല്ല രീതിയിലുള്ള സ്റ്റിമുലേഷൻ കൊടുക്കാനായിട്ടും മറ്റും ഈ ഒരു ഉപകരണം നാം ഉപയോഗിക്കാറുണ്ട്. അതായത് ഇത് അതെല്ലാം ഒരാളോട് ഞാൻ പറഞ്ഞ പോലെ തന്നെ രോഗലക്ഷണം, അതിന്റെ കാഠിന്യം,
ശരീരപ്രകൃതം, ഇത് താങ്ങാനുള്ള കഴിവ്, ഇങ്ങനെയുള്ള പല ഫാക്ടേഴ്സ് കണക്കിലെടുത്ത ശേഷമാണ്. അതല്ലാതെ ഒരു ഹാർഡ് ആൻഡ് ഫാസ്റ്റ് ആയിട്ട് എല്ലാവർക്കും 5 മിനിറ്റ് 6 മിനിറ്റ് അങ്ങനെയല്ല. എന്നാൽ തന്നെ സാധാരണ ഒരു ട്രീറ്റ്മെന്റ് ടൈം, ഉദാഹരണത്തിന് ബ്രെയിൻ പോളറൈസേഷന്റെ ട്രീറ്റ്മെന്റ് ടൈം ആണെങ്കിൽ 1/2 മണിക്കൂർ മുതൽ 3/4 മണിക്കൂർ വരെയാണ് നേടുക. ആസ്മകാർഡിന്റെ പ്രയോഗം പലപ്പോഴും ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ, മാക്സിമം 15 മിനിറ്റ് എല്ലാമാണ്. കാരണം ഇത് ഓരോ സിംഗിൾ പോയിന്റിൽ സ്റ്റിമുലേഷൻ കൊടുക്കുന്ന ഒരു ചികിത്സ ആയതുകൊണ്ട് തന്നെ അധിക സമയം നമ്മളിത് ചെയ്യാറില്ല. അപ്പോൾ ഇങ്ങനെ പല ആധുനിക സങ്കേതങ്ങളും നാം അക്യുപഞ്ചറിൽ ഉപയോഗിക്കാറുണ്ട്. നമ്മൾ ഈ ഒരു ചികിത്സാ രീതിയിലേക്ക് വരികയാണ്. നമ്മൾ ഈ ചെവിയുടെ അല്ലെങ്കിൽ നമ്മളുടെ തലയുടെ 2 സൈഡിലും ഇങ്ങനെ വയ്ക്കുന്നു. അതിനുശേഷം നമ്മൾക്ക് വായനയോ അല്ലെങ്കിൽ അങ്ങനെ കണ്ണടച്ച് റിലാക്സ് ചെയ്ത് കിടക്കുക. കാരണം പറയുന്നത് നമ്മളുടെ ശരീരത്തിൽ ഇവിടെയാണ് നാം യഥാർത്ഥത്തിൽ ബയോ ഫീഡ്ബാക്ക്. ഇവിടെ യഥാർത്ഥത്തിൽ നമ്മൾ ഈ പരമ്പരാഗത ചികിത്സാ സമ്പ്രദായങ്ങളെ കുറിച്ച് പറയുമ്പോൾ എനിക്കൊരു ആവേശം തോന്നുന്ന ഒരു സംഗതി, നമുക്ക് ഇവയെല്ലാം തമ്മിലുള്ള ഒരു പരസ്പര പൂരകമായിട്ട് ഇവയെ നിലനിർത്തിക്കൊണ്ട് നമുക്കൊരു ചികിത്സാക്രമം, ഇപ്പോൾ ഒരു ഹോളിസ്റ്റിക് ചികിത്സാക്രമം നമുക്ക് രൂപപ്പെടുത്താമെങ്കിൽ ഇത്രമാത്രം ഗുണം ചെയ്യാൻ കഴിയുന്ന മറ്റ് ചികിത്സാ സമ്പ്രദായങ്ങളില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഉദാഹരണത്തിന് ഇതിലാണ് ഞാൻ ഈ പറഞ്ഞ ബ്രെയിൻ പോളറൈസേഷൻ. ഈ ബ്രെയിൻ പോളറൈസേഷൻ എടുക്കുന്ന ഒരാൾക്ക് ഒരു അല്പം മെഡിറ്റേഷനിൽ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ, യോഗയിൽ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ ഇയാൾക്ക് കുറെ കൂടി റിലാക്സേഷൻ കിട്ടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. കാരണം ഈ പറഞ്ഞ നമ്മൾ ഈ രീതിയിൽ ഇലക്ട്രോഡുകൾ വെച്ച് ശാന്തമായിട്ട് കിടക്കവേ ഈ വരുന്ന തരംഗങ്ങളെ പൂർണ്ണമായിട്ട് മനസ്സുകൊണ്ട് ഉൾക്കൊണ്ട് അത് ശരീരത്തിലും മനസ്സിലും ഉണ്ടാക്കുന്ന മാറ്റങ്ങളെ അകക്കാഴ്ച കൊണ്ട് കാണാൻ കഴിയുകയാണെങ്കിൽ ഇത് ശരീരത്തിനും മനസ്സിനും വളരെ പെട്ടെന്ന് റിലാക്സേഷൻ നൽകും. ഇതല്ലെങ്കിൽ നമ്മൾ ഇത് പറഞ്ഞു കൊടുക്കാനായിട്ട് ആകെ എടുത്ത് നിൽക്കുകയാണ് ചെയ്യുക. ശരി, കണ്ണുകൾ അടയ്ക്കുക. കണ്ണുകൾ അടയ്ക്കാൻ പറയുമ്പോൾ ആളാദ്യം കണ്ടു തുടങ്ങും. കാരണം പേടിയാണ് ഇതെല്ലാം വെച്ച് കെട്ടിക്കിടക്കുമ്പോൾ. അപ്പോൾ ഈ ഒരു പൊതുവേ നമുക്കറിയാം യന്ത്രങ്ങളോടുള്ള ഒരു പേടി മനുഷ്യർക്ക് പൊതുവേ ഉണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് അല്പം ശബ്ദവും ഇതെല്ലാം ഉള്ള യന്ത്രങ്ങളെല്ലാം ആണെങ്കിൽ, അപ്പോൾ ഇതിന് ശബ്ദമൊന്നുമില്ല, എന്നാൽ തന്നെ ഇലക്ട്രിസിറ്റി അല്ലേ, ഇങ്ങനെയുള്ള പേടി ചിലർക്കുണ്ടാക്കാം. അപ്പോൾ ഈ പേടിയെല്ലാം മാറ്റി ഇതിന്റെ ഒരു പൂർണ്ണമായ സാർത്ഥകത വരണമെങ്കിൽ സാധാരണ ഒരു 10 സെഷൻ 15 സെഷൻ എല്ലാം ഈ ബ്രെയിൻ പോളറൈസേഷൻ ചെയ്യേണ്ടി വരാറുണ്ട്. പക്ഷെ ആസ്മാകാരില്ല, അതങ്ങനെ ഏത് സമയത്തും എന്നാൽ തന്നെ കഴിയുന്നതും ഭക്ഷണത്തിന് ശേഷം ഒരു 2 മണിക്കൂറെങ്കിലും ഇടവേള എപ്പോഴും കൊടുക്കുന്നത് ഉചിതമായിരിക്കും. കാരണം നമുക്കറിയാം അതല്ലെങ്കിൽ നമ്മളുടെ പ്രാണശക്തി പൂർണ്ണമായും ഉദരത്തിലെ ദഹനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കപ്പെടുന്ന ഒരു സമയമാണെങ്കിൽ ബ്രെയിനിന് നാം പ്രതീക്ഷിച്ച രീതിയിലുള്ള ഒരു റിലാക്സേഷൻ ഈ ഒരു ട്രീറ്റ്മെന്റ് കൊണ്ട് കൊടുക്കാൻ സാധിച്ചു എന്ന് വരില്ല. അപ്പോൾ അതേപോലെ തന്നെ ഈ ഒരു നീഡിൽ കണ്ടില്ലേ, സ്റ്റാർ നീഡിൽ എന്നാണ് പറയുക. ഇത് നമ്മൾ ഇതേപോലെ തന്നെ ചില പ്രത്യേക സ്കിൻ കണ്ടീഷൻസിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു നീഡിലാണ് സ്റ്റാർ നീഡിൽ. ഇതിന് നമ്മളിത് ചെയ്യുന്നത് ഇതിന്റെ അറ്റം കണ്ടു കഴിഞ്ഞാൽ അറിയാം, ഒരു 3-4 നീഡിൽസ് ഒരുമിച്ചുള്ള ഇതാണ്. ഇത് ചില പ്രത്യേക സ്കിൻ കണ്ടീഷൻസിന്, പ്രത്യേകിച്ച് സോറിയാസിസ്, അതുപോലെ തന്നെ എക്സിമ തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്കെല്ലാം വളരെ ഫലപ്രദമായിട്ട് കാണുന്ന ഒരു നീഡിലിംഗ് ടെക്നിക്കാണ് സ്റ്റാർ നീഡിൽ വെച്ചുള്ള ചികിത്സ. ഇങ്ങനെ അതുപോലെ പ്രസ് നീഡിൽ എന്ന് പറഞ്ഞ് മറ്റൊരു തരത്തിലുള്ള നീഡിലുണ്ട്. ഇത് നമ്മൾ ചെവിയിൽ ഈ ഒരു നീഡിൽ ചെറുതായിട്ട് സമ്മർദ്ദം ചെലുത്തി ഇത് ഘടിപ്പിച്ച് 24 മണിക്കൂർ ഇത് ധരിക്കാനാണ് പറയുക. അപ്പോൾ ഇങ്ങനെ പല രീതിയിലുള്ള ചികിത്സകൾ അക്യുപഞ്ചറിന്റെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ ആയുർവേദത്തിൽ ധാര, ഒഴിച്ചിൽ, പിടിച്ചിൽ എന്നെല്ലാം പറയുന്നത് പോലെ തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള നീഡിലുകളുടെ പ്രയോഗങ്ങളാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ആധുനികമായിട്ടുള്ള കുറെ ഈ തരത്തിലുള്ള ഉപകരണങ്ങളും ഇന്ന് അക്യുപഞ്ചറിലേക്ക് ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. ഇത് ഞാനീ പറഞ്ഞ ബ്രെയിൻ പോളറൈസേഷൻ, വിട്ടുമാറാത്ത മൈഗ്രെയിൻ, അതുപോലെ തന്നെ വിട്ടുമാറാത്ത ബാക്കിയുള്ള തരം തലവേദനകൾ, അമിതമായിട്ടുള്ള ജീവിത സംഘർഷങ്ങൾ, ടെൻഷനുകൾ, അതുപോലെ തന്നെ ഡിപ്രഷൻ, ആങ്സൈറ്റി, ഇതിനെല്ലാം തന്നെ ഗുണപ്രദമായിട്ട്, ഉറക്കക്കുറവ്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കെല്ലാം ഫലപ്രദമായിട്ടാണ് കണ്ടിരിക്കുന്നത്. പലപ്പോഴും ടെൻഷനും സ്ട്രെസ്സും ഒക്കെ മാറാൻ നമ്മൾ ഈ ഒരു ചികിത്സാ രീതിയിലേക്ക് പോകുമ്പോൾ ചെറിയ ടെൻഷൻ അല്പം കൂടുകയും ചെയ്യും. കാരണം ഇത് തുടക്കത്തിൽ അതാണ് ഈ ഉപകരണങ്ങളെ കുറിച്ചും ഇതിന്റെ ഉപയോഗം. കാരണം ഓരോ ചികിത്സയ്ക്കും അതിൻ്റെതായിട്ടുള്ള ഒരു സാംസ്കാരിക പരിമിതിയുണ്ട്. ഞാൻ ഉദാഹരണത്തിന് പലപ്പോഴും ഈ വിദേശ രാജ്യങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് അമേരിക്കയിലെല്ലാം ഇത് കുറേ കൂടി ഓപ്പൺ ആണ്. പക്ഷേ നമ്മൾക്ക് തന്നെ അറിയാം, ഇവിടെ തന്നെയുള്ള ചില സ്വദേശീയരോടും മറ്റും നമ്മൾ ഈ പറഞ്ഞ രീതിയിലുള്ള പരമ്പരാഗത ചികിത്സകളെ കുറിച്ച് പറയുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു പ്രധാന പ്രശ്നം നമ്മളുടെ എണ്ണകളുടെ പ്രത്യേക തരത്തിലുള്ള സ്മെല്ല്.
ഒരു കേരളീയന് കർപ്പൂരാതി എന്ന് പറഞ്ഞാൽ അവനത് അമൃതം പോലെയാണ്, കർപ്പൂരാതി തൈലത്തിന്റെ സ്മെല്ല്. പക്ഷേ ഇത് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കൾച്ചറിൽ ജനിച്ചു വളർന്ന ഒരാൾക്ക്, ഒരു പാകിസ്ഥാനിക്ക് ചിലപ്പോൾ ഇത് കർപ്പൂരാതി അത്ര സുഖകരമാകണം എന്നില്ല. ഇതേപോലെ തന്നെയാണ് ഈ അക്യുപഞ്ചർ ചികിത്സയിൽ. കാരണം ചൈനയിൽ ജീവിച്ച് വളർന്ന, അതുമല്ലെങ്കിൽ ചൈനീസ് കൾച്ചറുമായിട്ട്, അതുമല്ലെങ്കിൽ സിംഗപ്പൂർ അടക്കമുള്ള മധ്യപൂർവേഷ്യൻ രാജ്യങ്ങളിലെല്ലാം പോയിട്ടുള്ളവർക്ക് ഈ ഒരു ചികിത്സാക്രമത്തെ കുറിച്ച് കൂടുതൽ അവബോധമുണ്ട്. അവർക്ക് അതുകൊണ്ട് തന്നെ ഇതിനെ കുറിച്ചുള്ള പേടിയില്ല. ഉദാഹരണത്തിന് നസ്യം, ആയുർവേദത്തിലെ നസ്യം. ഈ ഒരു നസ്യം ഒരു മലയാളിക്ക്, ഏതൊരു കൊച്ചുകുട്ടിക്ക് പറയാം അപസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് നസ്യം വളരെ ഉത്തമമാണ് എന്ന്. എന്നാൽ ഒരു വിദേശ സംസ്കൃതിയിൽ ജനിച്ചു വളർന്ന ഒരാൾ ഇതിനെ ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് നോക്കിക്കാണുക. അയ്യോ, മൂക്കിനുള്ളിലേക്ക് ഒരു മരുന്ന് എത്തിക്കുന്നു, ഇത് അപകടകരമല്ലേ? അപ്പോൾ ഇത് തന്നെ അപ്പോൾ സംസ്കാരങ്ങളുടെ ഒരു സംസ്കൃതിയുടെ ഒരു പ്രശ്നമാണിത്. അപ്പോൾ ഇതിന് വേണ്ട രീതിയിലുള്ള അവബോധം നൽകാൻ കഴിഞ്ഞാൽ രോഗികൾക്ക്, എന്തുകൊണ്ട് ഇന്ന് പലപ്പോഴും സംഭവിക്കുന്നത്, ഡോക്ടർ രോഗിക്ക് ഒരു ചികിത്സ നിശ്ചയിക്കുന്നു, രോഗി അത് ഒരു ചോദ്യവും ചെയ്യാതെ, ചിലപ്പോൾ പലപ്പോഴും ഡോക്ടറുടെ തിരക്ക് കാരണം രോഗിക്ക് ചികിത്സ എന്തിനാണെന്നോ എന്തിനു വേണ്ടി ചെയ്യുന്നതെന്നോ എന്നുള്ള ഒരു ചോദ്യം പോലും ചോദിക്കാനുള്ള സാവകാശം ലഭിക്കുന്നില്ല. ഈ ഒരു അവസ്ഥയിൽ രോഗി പോയി ചികിത്സ എടുക്കുന്നു, ചികിത്സ വിജയിച്ചാൽ വിജയിക്കുന്നു, അതുമല്ലെങ്കിൽ പരാജയപ്പെടുന്നു. അപ്പോൾ ഇവിടെ ഏതൊരു ചികിത്സയിലും, അത് ആയുർവേദത്തിലാണെങ്കിലും പ്രകൃതി ചികിത്സയിലാണെങ്കിലും, ഇതാണ് ഡോക്ടർ ആസ് എ ടീച്ചർ എന്ന് പറയും. അതായത് ഡോക്ടർ യഥാർത്ഥത്തിൽ ഒരു അധ്യാപകനായിരിക്കണം എന്നുള്ളതാണ് എന്റെ കാഴ്ചപ്പാട്. ഈ രീതിയിൽ നാം വേണ്ട രീതിയിൽ ഓരോ ചികിത്സയുടെയും അടിസ്ഥാന തത്വങ്ങൾ രോഗിക്ക് പറഞ്ഞു കൊടുത്താൽ, എന്തുകൊണ്ട് ഈ ഒരു ചികിത്സ നിങ്ങളുടെ ഒരു പ്രത്യേക സാഹചര്യത്തിന് ഈ ഒരു ചികിത്സ, അതുമല്ലെങ്കിൽ ബാക്കിയുള്ള ചികിത്സകളോടൊപ്പം ഈ ഒരു ചികിത്സയും കൂടി ഉൾപ്പെടുത്തിയാലുള്ള ഗുണഗണങ്ങൾ എന്ത് എന്നുള്ളത്, അതോടൊപ്പം തന്നെ കോസ്റ്റ് ഇഫക്റ്റീവ്നെസ്, ബാക്കിയുള്ള ചികിത്സാ സമ്പ്രദായങ്ങളെ വെച്ച് നോക്കുമ്പോൾ, പരമ്പരാഗത ചികിത്സാ സമ്പ്രദായങ്ങളെ വെച്ച് നോക്കുമ്പോൾ അക്യുപഞ്ചറിന്റെ ചിലവും താരതമ്യേന കുറവാണ്. അതുകൊണ്ട് പോക്കറ്റ് കാലിയാകും എന്നുള്ള പേടി ആർക്കും ഇല്ലാതെ എടുക്കാൻ കഴിയുന്ന ഒരു ചികിത്സ കൂടിയാണ് അക്യുപഞ്ചർ. ഇങ്ങനെ ധാരാളം ഗുണഗണങ്ങൾ അക്യുപഞ്ചറിനുണ്ട്. ഡോക്ടർ കുറച്ച് സാധനങ്ങളും കൂടെ നമുക്ക് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഒപ്പം ഇത് എടുത്തപ്പോൾ മനസ്സിലായത് കാന്തം ആണ് എന്നുള്ളത്. ഇത് ഞാനിവിടെ 2 തരത്തിലുള്ള കാന്തങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് ചെറിയ ഒരു കാന്തമാണ്, അതേപോലെ തന്നെ വലിയ കാന്തവുമുണ്ട്. ഇത് കാന്ത ചികിത്സയും യഥാർത്ഥത്തിൽ ഇന്ന് അക്യുപഞ്ചറിന്റെ പോലെ തന്നെ ഒരു പ്രചാരത്തിലിരിക്കുന്ന ഒരു ഓൾട്ടർനേറ്റീവ് ട്രീറ്റ്മെന്റ് ആണ്, അതുമല്ലെങ്കിൽ ഒരു പരമ്പരാഗത ചികിത്സയാണ്. ഇതിൽ നമ്മൾ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് നമ്മളുടെ ശരീരത്തിലെ കാന്തിക തരംഗങ്ങളെ ചികിത്സയ്ക്ക് വേണ്ടി ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. പറയുന്നത് നോർത്ത് പോൾ ആൻഡ് സൗത്ത് പോൾ. നമുക്കറിയാം ഒരു കാന്തത്തിന്, അതായത് N എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് നോർത്ത് പോൾ ആണ്, അതേപോലെ തന്നെ S എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് സൗത്ത് പോൾ ആണ്. അപ്പോൾ ഈ 2 ധ്രുവങ്ങൾക്കും പ്രത്യേക രീതിയിലുള്ള ഗുണഗണങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ധ്രുവത്തിന്, ഉദാഹരണത്തിന് നോർത്ത് പോൾ ആണെങ്കിൽ, ഇത് പൊതുവെ സ്റ്റിമുലേറ്റീവ് ആയിട്ടാണ്, അതായത് ശരീരത്തിന് ഊർജം കൂടുതൽ ആവശ്യമുള്ള അവസ്ഥകളിൽ നാം നോർത്ത് പോളിനെയാണ് ഉപയോഗിക്കുക. അതുപോലെ തന്നെ ശരീരം പൊതുവെ ഒന്ന് പാസിഫൈ ചെയ്യാൻ, അതുമല്ലെങ്കിൽ ശരീരത്തിന് പൊതുവെ ഒരു ശാന്തതയും മറ്റും പ്രദാനം ചെയ്യാനായിട്ട് നാം സൗത്ത് പോളിനെ ആണ് ഉപയോഗിക്കുക. അപ്പോൾ ഇതിൽ തന്നെ ഈ കാന്തങ്ങളുടെ ശക്തി അനുസരിച്ചിട്ടാണ്. ഇത് തന്നെ ഇതിപ്പോൾ ലാർജ് കാന്തമുണ്ട്, ഇതിപ്പോൾ ലാർജ് ആണ്. ഇതേപോലെ തന്നെ ഇത് സ്മോൾ ടൈപ്പാണ്. ഇതിന്റെ 2ന്റെയും ഇടയിലുള്ള മീഡിയം ടൈപ്പ് ഉണ്ട്. അപ്പോൾ ഓരോ അവസ്ഥയ്ക്കും അനുസരിച്ചിട്ട് നാം ഈ കാന്തങ്ങളുടെ ഓളുകൾ ഈ ഭാഗത്തോട് ചേർത്ത് വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് എനിക്ക് ഇപ്പോൾ ഒരു വല്ലാത്ത രീതിയിൽ ഈ പറഞ്ഞ റിസ്റ്റ് ജോയിന്റ് പെയിൻ ഉണ്ടെങ്കിൽ, ഞാൻ ഈ ഒരു അവസ്ഥയ്ക്ക് അനുസരിച്ചിട്ട് നമ്മളുടെ ഈ ഒരു ഭാഗത്തായിട്ട് കാന്തം പ്രതിഷ്ഠിക്കുകയാണ് ചെയ്യുക. ഇതേപോലെ തന്നെ നാം ചികിത്സയിൽ തന്നെ ഉപയോഗിക്കുന്ന മറ്റു ട്രീറ്റ്മെന്റുകൾ പൊതുവെ എടുക്കാറില്ല. കാരണം ഇതേപോലെ തന്നെ ഇത് വളരെ ശാന്തമായിട്ട് കണ്ണുകൾ അടച്ച് കിടക്കുകയും ഇത് ശരീരത്തിൽ ഉണ്ടാക്കുന്ന അനുരണനങ്ങൾ മനസ്സിൽ വീക്ഷിച്ചുകൊണ്ട് കിടക്കുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവയിലെല്ലാം തന്നെ ഒരു സൈക്കോ തെറാപ്യൂട്ടിക് എലിമെന്റ് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നാം ഈ രീതിയിലുള്ള ചികിത്സകൾ പലപ്പോഴും ചെയ്യുന്നത്. സൂചി കൊണ്ട് മാത്രം ചെയ്യുന്ന കാര്യം അല്ല എന്നുകൂടെ വ്യക്തമാണ്.
നാം സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന കാന്തിക ബെൽറ്റാണ്. ഇത് പലപ്പോഴും തലവേദനകൾ, മാഗ്നറ്റിക് ബെൽറ്റ്, ഇത് തലവേദന, മൈഗ്രെയിൻ ഇങ്ങനെയുള്ള അവസ്ഥകൾക്ക്, തലകറക്കം, അതെ ഞാൻ ഈ ബ്രെയിൻ പോളറൈസേഷൻ പറയാൻ വിട്ടുപോയ മറ്റൊരു സംഗതിയാണ്. ഈ പറഞ്ഞ തലകറക്കം അടക്കമുള്ള പ്രശ്നങ്ങൾക്കും ബ്രെയിൻ പോളറൈസേഷൻ വളരെ ഗുണപ്രദമായിട്ടാണ് കാണുന്നത്. ഇത് ഹെഡ് ബാൻഡ് എന്ന് പറയുന്ന ഇതിനു വേണ്ടിയിട്ട് തന്നെ ഉപയോഗിക്കുന്ന, ഇത് സാധാരണ അമിതമായ തലവേദനയും സ്ഥിരമായിട്ടുള്ള തലവേദനയും മറ്റും അനുഭവപ്പെടുന്നവർക്ക് ഈ ഒരു മാഗ്നറ്റിക് ബെൽറ്റ് നാം ഈ രീതിയിൽ ഘടിപ്പിക്കും. അപ്പോൾ ഇതെല്ലാം ഇത് കേവലം ഇത് ചെയ്തത് കൊണ്ട് മാത്രം തലവേദന മാറി എന്ന് ആരും അർത്ഥമാക്കരുത്. ഇന്ന് പലപ്പോഴും വിപണിയിലെ കള്ളനാണയങ്ങൾ ചെയ്യുന്നത് ഈ തരത്തിലുള്ള, ശരി ഒരു കാന്തം ഒരു 10,000 ദിർഹം ഇട്ടിട്ട് ശരി നിങ്ങളിത് വീട്ടിൽ പോയി ഈ കാന്തം, പക്ഷേ ഇതെല്ലാം തന്നെ ഒന്നിന്റെ ഒപ്പം ഒരു തള്ള് എന്ന രീതിയിലാണ് ഈ ചികിത്സാ ക്രമങ്ങളെ നാം കാണുന്നത്. പക്ഷെ അക്യുപഞ്ചർ സ്വാഭാവികമായിട്ടും ഒരു ഫസ്റ്റ് ലൈൻ ഓഫ് ട്രീറ്റ്മെന്റ് ആണെങ്കിലും കാന്ത ചികിത്സ ഒരിക്കലും ഒരു ഫസ്റ്റ് ലൈൻ ഓഫ് ട്രീറ്റ്മെന്റ് ആയിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യാറില്ല. അത് ആവശ്യമുള്ളവർക്ക് ശരി ചില ഈ രീതിയിലുള്ള സൗത്ത് പോളിന്റെയും നോർത്ത് പോളിന്റെയും അതല്ലെങ്കിൽ ഹെഡ് ബാൻഡുകളുടെയും അതുപോലെ തന്നെ കാൽമുട്ടുകൾക്ക് ധരിക്കാവുന്ന ചില പ്രത്യേക ബെൽറ്റുകളെല്ലാം ഉണ്ട്. ഇങ്ങനെയുള്ളത് നിങ്ങൾക്ക് വീട്ടിൽ ഒരു അല്പസമയം ഉപയോഗിക്കാം. അതുമല്ലെങ്കിൽ ക്ലിനിക്കിൽ വന്ന് ഒരു അല്പസമയം ഉപയോഗിച്ച് റിലാക്സ് ചെയ്ത് കിടക്കുക. അതല്ലാതെ ഇത് മാത്രം ചെയ്തു ബാക്കിയുള്ള യാതൊരു കാര്യത്തിലും ഭക്ഷണക്രമത്തിൽ ശ്രദ്ധിക്കുകയില്ല, ടെൻഷൻ കുറയ്ക്കാനും ശ്രദ്ധയില്ല, ബാക്കിയുള്ള ജീവിതശൈലിയിൽ മാറ്റമില്ല, ഞാൻ 2 നേരം കാന്തം പറ്റുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇത് ഈ ഒരു ചികിത്സയുടെ പരാജയമായിട്ട് ദയവായിട്ട് ഏത് ചികിത്സയിലും അതാണ് ജീവിതക്രമവും. അത് പരമ്പരാഗത ചികിത്സകൾ എന്നല്ല, ആധുനിക വൈദ്യശാസ്ത്രവും ഇന്ന് അംഗീകരിക്കുന്ന ഒരു സംഗതിയാണ്. കേവലം കുറെ മരുന്നുകൾ വാങ്ങി കുടിച്ചത് കൊണ്ട് അതും അല്ലെങ്കിൽ കുറെ ചികിത്സകൾ നടത്തിയത് കൊണ്ട് മാത്രം നിങ്ങളുടെ രോഗം മാറുന്നില്ല. ഡോക്ടറും രോഗിയും ഒരുമിച്ച് അവരുടെ കുടുംബവും സുഹൃത്തുക്കളും എല്ലാം ഒത്തുചേരുന്ന ഒരു ടീമായിട്ട് പ്രവർത്തിച്ചാൽ മാത്രമാണ് വിട്ടുമാറാത്ത വേദനകൾ അടക്കമുള്ള പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് അക്യുപഞ്ചറിലൂടെയും പരമ്പരാഗത ചികിത്സാ സമ്പ്രദായങ്ങളിലൂടെയും മോചനം നേടാൻ സാധിക്കുകയുള്ളൂ. ഏതായാലും എനിക്കൊന്ന് ഈ ഒരു മണിക്കൂർ നിങ്ങൾക്ക് നല്ല നിർദ്ദേശങ്ങൾ, പ്രത്യേകിച്ച് ചൈനീസ് ചികിത്സാ രീതി അക്യുപങ്ചറിനെ കുറിച്ച് കൂടുതൽ അറിയാൻ സാധിച്ചു എന്ന് തന്നെയാണ് കരുതുന്നത്. ഒരുപാട് ഇതിനുപയോഗിക്കുന്ന ഉപകരണങ്ങളുടെ പേരും അടക്കം ഡോക്ടർ വളരെ വിശദമായി തന്നെ പറഞ്ഞു തരികയുണ്ടായി. ഏതായാലും ഈ ഒരു മണിക്കൂർ പെട്ടെന്ന് തന്നെ അവസാനിച്ചു എന്ന് പറയാം. നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ, ഇത് ഏതൊക്കെ അസുഖത്തിന് ചെയ്യാം, അല്ലെങ്കിൽ ഏതൊക്കെ ഭാഗങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാം, ഏതൊക്കെ അസുഖങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ല, ആരൊക്കെ ചെയ്യാം, ഏതൊക്കെ രോഗാവസ്ഥയുള്ളവർ ഇത് ചെയ്യരുത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തൽക്കാലം അടുത്ത എപ്പിസോഡിലേക്ക് മാറ്റിവെക്കുകയാണ്. അപ്പൊ ഏതായാലും ഡോക്ടർ ഒരുപാട് സന്തോഷം ഇത്രയും കാര്യങ്ങൾ പരിചയപ്പെടുത്തി തന്നതിൽ. കാരണം അക്യുപങ്ചർ നമ്മൾ എപ്പോഴും പറഞ്ഞാൽ പുതിയൊരു സമ്പ്രദായമാണ്. വരുന്നുള്ളൂ. അപ്പൊ അതിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഏതായാലും അടുത്ത ആഴ്ച ഇതിന്റെ തുടർ എപ്പിസോഡ് ഉണ്ടാകും. അതുവരേക്കും നന്ദി, നമസ്കാരം.